അമ്മേ മൂകാംബികേ, നീ തന്നെ ശരണം. ഗോപാല, എന്തോ? ഞാൻ അവിടെ എന്തെടുക്കുമായിരുന്നു? ഞാനവിടെ മേശ തുടക്കുകയായിരുന്നു. ഈ തുടയ്ക്കലും മിനുക്കലും കൊണ്ട് സമയം കളയരുത്. എല്ലാ മുറികളിലും ബൾബ് കത്തുന്നുണ്ടോ, കിച്ചണിലും ടോയ്ലറ്റിലും ഒക്കെ പൈപ്പിൽ വെള്ളം വരുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. ഞാനൊക്കെ ശരിയായിക്കോളാം. ശാരദാമ്മ അമേരിക്കയിൽ ജീവിച്ച് ശീലിച്ചതാ. ഇവിടെ വരുമ്പോ ഒരു പോരായ്മയും ഉണ്ടാവരുത്. എന്നാ സാറേ കൊച്ചമ്മ വരുന്നത്? ഏത് നിമിഷത്തിലും വന്നേക്കാം. അവരുടെ സ്വഭാവം നിനക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാ. വരണമെന്ന് തോന്നിയാൽ എയർപോർട്ടിലേക്ക് ഒരൊറ്റ ഫോൺ. പ്ലെയിൻ മുറ്റത്ത് വന്ന് നിൽക്കും, പറന്നിങ്ങ് പോരും. പ്ലെയിൻ മുറ്റത്ത് നിൽക്കുവോ? അവര് വിചാരിച്ചാൽ ഇപ്പൊ എന്ത് കാര്യമാണ് നടക്കാത്തത്? കോടീശ്വരി അല്ലയോ ഇപ്പോ? ശാരദാ നായരെന്നല്ല, അമേരിക്കൻ അമ്മായി എന്നാണ് നാട്ടുകാരൊക്കെ വിളിക്കുന്നത്. ഫോൺ അമേരിക്കൻ ആയിരിക്കും. ഹലോ, അതെ, ഞാനാ കേശവനായര്. പത്ര ഓഫീസിലോ? ഓ പോകാമേ. ഓ, എല്ലാ പത്രത്തിനും കൊടുക്കണോ? ഞാൻ ഇപ്പൊ തന്നെ നേരിട്ട് പോയി കൊടുക്കാമേ. കേട്ടായോ? ഓട്ടോ 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 ഓട്ടോ, ഒന്ന് നിക്കണോ? എന്താ പിള്ളച്ച എത്രക്ക് വെപ്രാളം? ആരെങ്കിലും കാഞ്ഞു പോയോ? അപശകുനം പറയാതെടാ. ഞാനൊരു മംഗളകാര്യത്തിന് ഇറങ്ങി തിരിച്ചതാ. എന്ത് മംഗളകാര്യം? സുന്ദരിയായ ഒരു പെൺകുട്ടിയെ വേണം. അത് ഈ വയസ്സുകാലത്ത്? എനിക്കതടാ. പിന്നെ നമ്മുടെ ശാരദാനായർ അറിയില്ലേ? അറിയില്ലെന്നോ? അമേരിക്കൻ അമ്മായി. അവരുടെ മകന് വേണ്ടിയാ. കൊച്ചനും അമേരിക്കയിൽ വലിയ ഉദ്യോഗസ്ഥനാ. അവർക്ക് ഒറ്റ മകനല്ലേ ഉള്ളൂ? അതെ. ആ കൊച്ചിന്റെ അപ്പൻ അച്ഛനും ഒന്നേ ഉള്ളൂ. അതറിയാ. പുള്ളിക്കാരൻ മരിച്ചുപോയില്ലെന്നാ ചോദിച്ചേ. അച്ഛന്റെ മരണശേഷമാ അമ്മയും മകനും അമേരിക്കയിലേക്ക് പോയത്. അവരുടെ സ്റ്റാറ്റസിന് അനുസരിച്ചുള്ള ഒരു പെൺകുട്ടിയെ വേണം. പത്രത്തിൽ പരസ്യം കൊടുക്കാനാ ഞാൻ പോകുന്നേ. എന്തിനാ പിള്ളാച്ച പത്രത്തിൽ പരസ്യം കൊടുക്കുന്നത്? എന്റെ ഭാര്യ ത്രേസ്യാമല്ലേ, അവളെ ഒന്ന് കണ്ടാ പോരെ? നിന്റെ ഭാര്യ ത്രേസ്യാമയെ പിടിച്ച് കെട്ടിച്ചു കൊടുക്കാനോ? എന്റെ കർത്താവേ, അതല്ല പിള്ളാച്ച. എന്റെ ഭാര്യ ത്രേസ്യാമ ഇന്ന് നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വിവാഹതല്ലാളാ. കൊള്ളാമല്ലോ. പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ കല്യാണ ബ്രോക്കർമാരുണ്ടോ? ഉണ്ടോന്നോ? എന്റെ വെമ്പർനോത്തിക്ക് മെയിൻ ബിസിനസ് ആടാ. അഗർ വിട്ടോ. നീ ഇവിടെ നില്ലേ, ഞാൻ ഇപ്പൊ വരാം. പെട്ടെന്ന് വന്നാ മതി. ഇതിന്റെ ആർക്കൂടെ ഇല്ലാത്തതാ. ഓ എഴുന്നള്ളി. എന്താ? ഒരു കോള് വന്നിട്ടുണ്ട്. എന്ത് കോള്? നീ അമേരിക്കൻ അമ്മായി അറിയില്ലേ? കൊള്ള, അറിയില്ലെന്നോ? അവരെന്റെ ക്ലാസ്മേറ്റ് അല്ലേ? പള്ളിക്കൂടത്തിന്റെ വരാന്ത കണ്ടിട്ടില്ലാത്ത നിനക്ക് എവിടുന്ന ക്ലാസ്മേറ്റ്? മാറ്റ് പോലും. ഞങ്ങൾ അത്രയ്ക്ക് ക്ലോസ് ആണെന്നാണ് പറഞ്ഞത്. എയറോപ്ലെയിനിൽ നിന്ന് എന്നെ കണ്ടാലും താഴെ ഇറങ്ങി വന്ന് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, അബായു ആൻസർ ദ ക്വസ്റ്റ്യൻ, ഫോളോ ദ ക്വസ്റ്റ്യൻ എന്നൊക്കെ ചോദിക്കും. എന്തിനാണ് ഈ ദഹിക്കാത്ത പടായി അടിക്കുന്നത്? 10-12 കൊല്ലായാലും നിന്നെ ഞാൻ കെട്ടിയിട്ട് അന്ന് മുതൽ ഇത് ഞാൻ സഹിക്കുന്നുമില്ലേ? ഇനിയെങ്കിലും നിനക്ക് നിർത്തിക്കൂടെ? ഞാൻ പറയുന്ന ബെഡായി ആണെങ്കിലേ അമ്മായി വരുമ്പോ കണ്ടോ. എന്നാലേ അമ്മായി വരുന്നുണ്ട്. അതെ, അവരുടെ മകന് നല്ലൊരു പെങ്കൊച്ചിനെ വേണം. അയ്യോ, എന്തിനൊന്നാക്കുന്ന? ഒരു ഡസം പെമ്പിള്ളർ എന്റെ കസ്റ്റഡിയിലുണ്ട്. കർത്താവിന് സ്തുതി. കാര്യം നടന്നിട്ടാ നമുക്ക് കൈ നിറയെ കാശാ. എല്ലാം നടക്കും. പക്ഷെ നിങ്ങൾ ഇക്കാര്യം ചെണ്ട കുട്ടി വെളിയിൽ ആരെ അറിയിക്കായിരുന്നാ മതി. വേറെ വല്ല ബ്രോക്കർമാരുടെയും ചെവിയിലെത്തിയ പാർട്ടി അവര് ചാക്കിലാക്കും. ഞാൻ മാത്രം രഹസ്യമാക്കി വെച്ചിട്ട് എന്ത് കാര്യം? ആ കേസുനാര് പത്രത്തിൽ പരസ്യം കൊടുത്തു. കാലക്കേട്. പെണ്ണ് കെട്ടിയാലും ചത്താലും പെറ്റാലും ഒക്കെ പത്രത്തിൽ കൊടുക്കും. പക്ഷെ പത്രത്തിൽ കണ്ടെന്ന് വെച്ച് നല്ല കുടുംബത്തിൽ ആരെയും പെണ്ണ് കൊടുക്കുമോടി? അതില്ല. ചില വക്കീലന്മാര് കക്ഷികളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് പോലെ ഉള്ളതിനെ ഇല്ലെന്നും ഇല്ലാത്തതിനെ ഉണ്ടെന്നും ചില വീട്ടുകാരോട് മാറ്റി മറിച്ചും പറഞ്ഞൊരു കല്യാണം നടത്തുന്നതിന്റെ പ്രയാസം എനിക്കല്ലേ അറിയാവൂ. ഏതായാലും നീ ഇതിനൊന്ന് തുനിഞ്ഞിറങ്ങിയേ പറ്റൂ. ഇറങ്ങി. അമേരിക്കനമ്മായിയുടെ പയ്യൻ ചെറുക്കന് പറ്റൊരു പെണ്ണിനെ തന്നാ പോരെ? മതി. അക്കാര്യം ഞാൻ ഏറ്റു. ഇതും വെച്ചോണ്ട് നമുക്ക് 10 കാശ് ഉണ്ടാക്കണം. എന്റെ കർത്താവേ. നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. അല്ല, ഇതാരും ത്രേസ്യയോ? ഓ അല്ല, ചേച്ചി അകത്തില്ലേ? ഇല്ല, അവളെ അമ്പലത്തിൽ പോയിരിക്കുക. അയ്യോ, കഷ്ടമായി പോയല്ലോ.
എന്താ കാര്യം? നമ്മുടെ മോക്കൊരാലോചന വന്നിട്ടുണ്ട്, അത് പറയാനാ ഞാനിപ്പോ വന്നതേ. മുമ്പ് പയ്യന്റെ ജാതകം കൊണ്ടുവരാന്ന് പറഞ്ഞല്ലേ ത്രേസി ഇവിടുന്ന് പോയത്? ജാതകം കൊണ്ടുവരാൻ തന്നെയാണ് ഇരുന്നത്, പക്ഷെ അതിനിടയ്ക്ക് പയ്യൻ കയറി ഒരു കുഴപ്പം കാണിച്ചു കളഞ്ഞു. എന്ത് കുഴപ്പം? അയൽപ്പക്കത്തിൽ ഒരു പെണ്ണിനെ കൊണ്ട് പയ്യൻ ഊട്ടിയിലോ കൊടൈക്കനാലിലോ എങ്ങോട്ടോ പോയി. സത്യമാണോ ഈ പറയുന്നത്? എന്റെ പൊന്നും കുരിശ് മുത്തപ്പനാണ് സത്യമേ. അങ്ങനെ നടന്നില്ലായിരുന്നെങ്കിൽ ഈ ത്രേസി പറഞ്ഞ കാര്യം എന്നേ നടക്കുമായിരുന്നു. അത് വഴങ്ങിയെങ്കിൽ പോട്ടെ. അപ്പൊ നമുക്ക് പറ്റിയ ഒരു ആലോചനയും കൊണ്ടാ ഈ ത്രേസി ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എവിടെന്ന് പറയാം, പക്ഷെ സംഗതി ഓപ്പൺ ആയിരിക്കണം, ഇരു ചെവി അറിയരുത്. അറിഞ്ഞാ കുഴപ്പോ? പയ്യന് ഇവിടങ്ങും അല്ല, അങ്ങ് അമേരിക്കയിലോ. അമേരിക്കയിലോ? ആ, പയ്യൻ അമേരിക്കയിലൊരു കൊച്ചക്കൾ ഇന്ത്യനാണെന്നാ കേട്ടത്. അയ്യോ, ഈ ബന്ധം നടന്നു കിട്ടിയാ നമ്മൾ ജയിച്ചു. എന്നാ എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ നോക്ക്. അയ്യോ, അക്കാര്യം ഞാൻ ഏറ്റു പിള്ളേച്ചാ. പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് 2000 രൂപ കടം തരാമോ? നമുക്ക് ഏതെങ്കിലും വകയിൽ അങ്ങ് വരവ് വയ്ക്കാം. സാർ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഈ അമേരിക്കൻ കല്യാണം ഞാൻ നടത്തി തരാം. പണത്തിന്റെ കാര്യമൊക്കെ അവളും മോളും വന്നിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ചാ മതി. അയ്യോ, പക്ഷെ കാര്യം നടക്കണം. അയ്യോ, ഒന്നും പേടിക്കണ്ട പിള്ളേച്ചാ, ഇത് ഞാൻ നടത്തി തരാമെന്ന്. എന്താടാ ഇഡിയറ്റ്, കണ്ണൂടെ? സോറി, ആ പരസ്യം കാണിക്കാനുള്ള ആവേശത്തിൽ ഒരു കയ്യബദ്ധം പറ്റിപ്പോയതാണ്. അയ്യബദ്ധം? അല്പപ്രാണിയായ നീ ചത്തുവെന്ന് വിചാരിച്ചിട്ടാണ് നിന്റെ നാവിക്കിട്ട് ഞാൻ തൊഴിക്കാത്ത. മാപ്പ് മാപ്പ്, 1000 മാപ്പ്. ആശാനെ കല്യാണ പരസ്യം ഒന്ന് വായിച്ചാട്ടെ. കല്യാണ പരസ്യം? ആ, ആശാനെ ഈ പരസ്യം മറ്റാരും കാണാതിരിക്കാൻ വേണ്ടിയാണ് കടയിലുള്ള പത്രങ്ങൾ മുഴുവൻ ഞാൻ ഇങ്ങോട്ട് വാരിക്കൊണ്ട് പോകുന്നത്. വേറെ ബ്രോക്കർ കണ്ടാൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് അവരടിച്ചോണ്ട് പോകില്ലേ? എന്തൊരു സമർത്ഥൻ. എടാ ഫൂളെ, ഈ പത്രങ്ങളുടെ കോപ്പി വേറെ കടകളിൽ കാണില്ലേ? വാങ്ങേണ്ടവർക്ക് അവിടുന്ന് വാങ്ങിച്ചൂടെ? അത് എന്റെ കമ്പ്യൂട്ടർ തലയിൽ എത്തിയില്ല. ബോംബ് വെച്ച് പൊട്ടിച്ചേളാടാ തല. ആശാൻ ഈ കല്യാണ പരസ്യം ഒന്ന് വായിച്ചു നോക്ക്. വാസുവിനെ ആവശ്യമുണ്ട്. അമേരിക്കയിൽ ഉദ്യോഗവും കേരളത്തിൽ കോടിക്കണക്കിന് സ്വത്തുമുള്ള എന്റെ മകൻ ദേവകുമാറിന് സൗന്ദര്യവും വിദ്യാഭ്യാസവും സാമ്പത്തിക ശേഷിയുമുള്ള ഒരു മലയാളി പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. അർഹതയുള്ള പെൺകുട്ടികളുടെ രക്ഷിതാക്കളോ ഉത്തരവാദിത്വമുള്ള മാരേജ് ഏജൻസികളോ സമീപിക്കേണ്ട മേൽവിലാസം ശാരദാ നായർ, മുല്ലശ്ശേരി മന്ദിരം, തിരുവനന്തപുരം. സമർത്ഥൻ. കൈയോട്. ഇന്നാണ് നീ ജീവിതത്തിൽ ഒരു ഉപകാരം ചെയ്തത്. ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഇത് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. 1000 നക്കാപ്പിച്ച കല്യാണം നടത്തുന്നതിനേക്കാളും ആണ്ടിൽ ഇതുപോലൊരു കൊയ്ത്ത് കിട്ടിയ പോരെ ആശാനെ? കറക്റ്റ്. ഈ മാരേജ് CMS മാരേജ് ബ്യൂറോയുടെ പ്രസ്റ്റീജ് ആണ്. ലക്ക് ഓഫ് ബെസ്റ്റ്. താങ്ക് യു. എനിക്ക് 3 മാസത്തെ ശമ്പളം കിട്ടാറുണ്ട്. ഇനി 3 മാസത്തെ കൂടി കിട്ടില്ല. ഈ ഇടപാടൊന്നും നടന്നു കഴിയട്ടോ. ഒരുമിച്ച് തരാം. ഒരുമിച്ച് തരാം. അല്ലേ, ഒന്ന് നിന്നേ. അതെ, നിങ്ങൾ പോകാനിരുന്നാണോ? പിന്നെ പോവാതെ ഇവിടെ ഇങ്ങനെ കുത്തിയിരുന്ന വായു വെച്ചിക്കോ? അയ്യോ, ഇന്നത്തേക്ക് ഓട്ടോ ഓടിക്കാൻ പോണ്ട. ഇനി പള്ളി പെരുന്നാളാ, നല്ല ഓട്ടം കിട്ടുന്ന ദിവസാ. മാത്രല്ല ഞാൻ മീറ്ററിൽ 5-ന് 10 വീഴുന്ന ചില പരിപാടികളൊക്കെ ഒപ്പിച്ചു വെച്ചിരിക്കുക. ആ കാശ് വേണ്ടെന്ന് വെക്ക്. അതിനേക്കാൾ ഗുണമുള്ളൊരു വഴിക്കാ നിങ്ങളെ ഞാൻ അയക്കാൻ പോകുന്നേ. ഏത് വഴിക്ക്? ഞാൻ ഇന്നലെ കോയിക്കലെ തമ്പി അദ്ദേഹത്തെ കണ്ടു. എന്തിന്? അദ്ദേഹത്തിന്റെ മോക്ക് വേണ്ടി അമേരിക്കയിലെ പയ്യന്റെ കാര്യം പറഞ്ഞു. പുള്ളിക്കാരൻ വലിയ താല്പര്യത്തിലാ. നിങ്ങൾ ഈ എഴുത്തു കൊണ്ട് കൊടുത്താ മതി, പെങ്കൊച്ചിന്റെ ഫോട്ടോ ഇങ്ങോട്ട് തന്നയക്കും. നീ എന്നെ ധർമ്മസങ്കടത്തിലാക്കുവോ? ഒരു സങ്കടവും ഇല്ല. ഈ നോട്ടോ ഓടിച്ച് നടക്കുന്ന ആള് നാളെ കാറേ കയറി ഇതിലെ നടക്കുന്ന ഈ നാട്ടുകാരൊക്കെ എന്നെ കാണട്ടെ. അതിനല്ലേ ഞാൻ ഈ പരിശ്രമിക്കുന്നത്. പോയിച്ചു. ശരി, നീ പറഞ്ഞാ പോവാതിരിക്കാൻ പറ്റുമോ? പിന്നൊരു കാര്യം, പള്ളിപ്പെരുന്നാളെന്നല്ലേ പറഞ്ഞത്? അതെ. പിന്നെ വല്ല ഷാപ്പിലും കയറി വീശി മൂത്തേച്ച് ഫോട്ടോയും കളഞ്ഞിട്ട് പോന്നേക്കരുത്. പിന്നെ എന്റെ സ്വഭാവം അറിയാലോ. ഞാൻ അത്രക്ക് ഉത്തരവാദിത്തമില്ലാത്തവനാണോ? എന്നാ ഇതൊക്കെ അഴിച്ച് കളഞ്ഞേച്ച് വേറെ ഉടുക്കാന്ന്. വാ അകത്തോ. ഇവിടെ അതെ, നിങ്ങൾ വേഗം പോയി മാലമുക്കി വാങ്ങിച്ചോണ്ട് വാ. നല്ല റോസാപ്പൂ കൊണ്ടുള്ളതായിരിക്കണം. ഞാൻ അതോട്ട് പോവാണേ. മാലിമുക്കി ഇവിടെ കൊണ്ടുവന്നാ മതിയോ? അയ്യോ പോരാ, അകത്തോട്ട് തന്നെ കൊണ്ടുവരണം. പിന്നെ നിങ്ങൾക്കുള്ള പാസ് ഞാൻ എടുത്തോളാവേ. അമ്മായി ഇറക്കുമ്പോ ആദ്യം മാലയിട്ട് സ്വീകരിക്കണം നമ്മളായിരിക്കണേ. ഒന്നും പറയേണ്ട, പ്രവൃത്തി കാണിച്ചാൽ മതി. ആൽബം കൊണ്ട് അമേരിക്കൻ അമ്മായിയെ കറക്കാൻ വന്നിരിക്കുകയാണല്ലേ?
നിന്നെ ചാടിച്ചില്ലെങ്കിൽ എന്റെ ചാൻസ് പോകും. ശരി എന്നാ പോയിട്ടോ. വരണം, വരാതിരിക്കരുത്. സലാം സാർ. സ്ഥലം ആൽബം നോക്കിക്കൊണ്ടിരിക്കുന്ന സ്ത്രീയെ ശ്രദ്ധിച്ചോ? കഴിഞ്ഞ പെൺവാണിഭ കേസിലെ പിടികിട്ടാ പുള്ളിയാണ്. കടന്നു കളയുന്നതിന് മുമ്പ് കസ്റ്റഡിയിലെടുത്തോ? വാ. എടി ഭയങ്കരി. അവളുടെ ഒരു ആൽബം. അയ്യോ ഞാൻ ഭയങ്കരിയല്ല, ത്രേസ്യ. ത്രേസ്യ വാടിക്കോട്ടെ. എവിടെ? നടക്കടി സ്റ്റേഷനിലേക്ക്. നിന്റെ ഒരു പെൺവാണിഭം. ഞാൻ അങ്ങനത്തെ സ്ത്രീയൊന്നുമല്ല. നടക്കടി സ്റ്റേഷനിലേക്ക്. ഞാൻ അത്രത്തിൽപ്പെട്ട സ്ത്രീയല്ല. കേരടി വണ്ടിയിലേക്ക്. എന്തൊരു ശക്തിയാണോ! ഏത് വന്തനാണോ എന്നെ ഒറ്റുകൊടുത്തത് അവന് ഈശ്വരൻ ശിക്ഷ കൊടുത്തോളൂ. എടുത്ത് കയറ്റലുമ്പി കർത്താവ് തരും നിങ്ങൾക്ക് ശിക്ഷ. Good morning. I'm Shinagan. No, Sugunan, Marriage Bureau. Please. Thank you. Thank you. Welcome. ത്രേസ്യാമേ, ഇവളെവിടെ പോയി കിടക്കുന്ന ആരും കാണുന്നില്ലല്ലോ. ഓ, അമ്മായിയുടെ കൂടെ പോയി കാണും. ഞാൻ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി മാഡം. എന്റെ മകൻ ദേവകുമാർ താമസിയാതെ അമേരിക്കയിൽ നിന്ന് എത്തും. അതിനു മുമ്പായി അവന്റെ വിവാഹം നടത്താനുള്ള ചില വ്യവസ്ഥകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പറഞ്ഞാട്ടെ മാഡം. ആദ്യത്തെ വ്യവസ്ഥ 1 ലക്ഷം രൂപയും മാരുതി കാറും. 1 ലക്ഷം രൂപയും മാരുതി കാറോ? അതേത് നക്കാപ്പിച്ച കുടുംബത്തിൽ നിന്ന് കിട്ടുമല്ലോ. ഞാൻ വിചാരിച്ചത് കോടിക്കണക്കിന് രൂപ ആവശ്യപ്പെടുമെന്ന. എന്നോടാണോ? 1 ലക്ഷം രൂപയും മാരുതി കാറും എന്ന് പറഞ്ഞത് എന്റെ മകന്റെ സ്ത്രീധന തുകയല്ല. പിന്നെ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന പ്രതിഫലം, അതായത് ബ്രോക്കറേജ്. 1 ലക്ഷം രൂപയും മാരുതി കാറും ബ്രോക്കറേജ് ഫീസ്. നിങ്ങൾക്ക് ഞാൻ ഇത്രയും തരുമ്പോ കൊണ്ടുവരുന്ന ബന്ധവും അതുപോലെ തന്നെ ആയിരിക്കണം. മനസ്സിലായോ? മനസ്സിലായി. ഞങ്ങൾ അന്യനാട്ടിലാണെങ്കിലും ജനിച്ച നാട്ടിലെ ബന്ധം അറ്റുപോകാതിരിക്കാനാണ് ഇവിടെ വന്ന് വിവാഹം ആലോചിക്കുന്നത്. മാഡത്തിന്റെ അവസ്ഥകൾ അല്ല വ്യവസ്ഥകൾ എന്താണെന്ന് പറഞ്ഞില്ല. പറയാം. കോടിക്കണക്കിന് സ്വത്തുള്ള കുടുംബമായിരിക്കണം. പെൺകുട്ടി അതിസുന്ദരിയും വിദ്യാഭ്യാസം ഉള്ളവളും ആയിരിക്കണം. ഈ നാട് ഇതുവരെ കാണാത്ത ഒരു വിവാഹമായിരിക്കണം. വെടിക്കെട്ട് വേണോ? വേണം. ഓക്കെ. ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഒത്തു വന്നാൽ എനിക്ക് 1 ലക്ഷം രൂപ മാരുതി കാറും ഉറപ്പാണോ? ഈ ശാരദ നായർ വാക്ക് പറഞ്ഞാൽ വാക്കാണ്. ഇറ്റ്സ് ആൻ അമേരിക്കൻ പ്രോമിസ്. അയ്യോ. ഓക്കെ, പിന്നെ കാണാം. കേശവരെ. അയ്യോ, അറിയാതെ വിളി കേട്ടു പോയതാ. ഇങ്ങനെ നിന്നാ മതിയോ? പോണ്ടേ? ഓ, പോയേക്കാ, നടക്ക്. ആ പെൺവാണിഭ കേസുമായി നിനക്ക് ബന്ധമില്ലേ? അയ്യോ, ഒരു ബന്ധവും ഇല്ല സാർ. ഞാൻ നിരപരാധിയാണ് സാർ. ഇവരെന്നെ ആള് മാറി പിടിച്ചോണ്ട് വന്നതാ. നീ പറയുന്നതൊക്കെ സത്യമാണോ? അയ്യോ, സത്യമാണെന്ന് ഞാൻ 1000 വട്ടം പറഞ്ഞില്ലേ സാർ. ഈ ആൽബത്തിൽ കാണുന്ന പെൺകുട്ടികളൊക്കെ ഏതാ?
അയ്യോ, ഈ നാട്ടിൽ മാനം മര്യാദയായിട്ട് ജീവിക്കുന്ന പെങ്കൊച്ചുങ്ങളാ. കല്യാണാലോചനയ്ക്ക് വേണ്ടി അവരുടെ പാരന്റ്സ് എന്നെ വിശ്വസിച്ചേപ്പിച്ചിരിക്കുന്ന ഫോട്ടോകളാ. അതെ, ഇത് കണ്ടോ? ഇത് നിങ്ങളുടെ കമ്മീഷണർ അദ്ദേഹത്തിന്റെ മകളാ. അദ്ദേഹം മകളെ അങ്ങനെ വാണിപ്പം നടത്തുക സാർ? മതി മതി, ഇപ്പൊ നിന്നെ ഞാൻ വിട്ടയക്കാം. ശരി. പക്ഷേ ചോദ്യം ചെയ്യേണ്ടി വന്നാൽ വീണ്ടും ഇവിടെ വരണം. ഇല്ല, വരില്ല സാർ. വരില്ലെന്നോ? അതെ സാർ, വരില്ല. സാർ എന്നെ ചോദ്യം ചെയ്യുന്ന എന്തിനാ? അതിനെന്റെ വീട്ടിലെ തോമാച്ചൻ ഇരിപ്പുണ്ട്. അഹങ്കാരം പറഞ്ഞാൽ പിടിച്ച് ഞാൻ അകത്താക്കളയും. എന്നാ എന്നെ അകത്താക്ക് സാറേ. നിങ്ങളുടെ തൊപ്പിയും കൊണ്ട് ഈ ത്രേസ്യ ഇവിടുന്ന് പോവും. നീ എന്നെ തിരിച്ചു വരുത്തുകയാണോ? ഞാൻ നിരപരാധിയാണെന്നുള്ളതിന് സാർ തെളിവ് ചോദിച്ചില്ലേ? അതെന്റെ ഡ്യൂട്ടിയാ. ഓഹോ, ഞാൻ പ്രതിയാണെന്നുള്ളതിന് തെളിവ് കാണിക്കേണ്ടത് സാറിന്റെ ഡ്യൂട്ടിയല്ലേ? പിടികിട്ടാ പുള്ളിയുടെ അഡ്രസ്സും ഫോട്ടോ സാറിന്റെ കയ്യിലുണ്ടല്ലോ. എന്റെ ഫോട്ടോ ഇതിൽ കാണിക്കണം സാർ, കാണിക്കണം. ആര് പറഞ്ഞിട്ടാ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്? ഹെഡ് കോൺസ്റ്റബിൾ ഗോപാലപിള്ള പറഞ്ഞിട്ടാണ് സാർ കൊണ്ടുവന്നത്. ഗോപാലപിള്ളേ, സർ, ഈ ത്രേസ്യ കേസിൽ പ്രതിയാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ആ മാരേജ് ബ്യൂറോ നടത്തുന്ന സുഗുണനാണ് സർ. സുഗുണനോ? സാർ, അയാളും എന്നെ പോലൊരു കല്യാണ ബ്രോക്കറാ. എന്നോടുള്ള അസൂയ കൊണ്ടാ സാർ എനിക്കിട്ട് പാര വെച്ചത്. ശരി, എന്നോട് ക്ഷമിക്ക്. അയ്യോ സാർ, എന്നോട് ക്ഷമയൊന്നും പറയണ്ട. സത്യം അറിയാതെ സാധുക്കളെ ഉപദ്രവിക്കരുതെന്ന് ഈ കിഴങ്ങ പോലീസുകാരോടൊന്ന് ഉപദേശിച്ചാ മതി. ഇങ്ങനെ ഞാൻ പോവാ. Yes, come in. എന്നാ ഞാനങ്ങോട്ട്. അമ്മായില്ലേ? അകത്തുണ്ട്. അകത്തുണ്ടോ? വരൂ. ആരാ? എന്റെ പേര് ത്രേസ്യാന്ന. ഓ, രാവിലെ ഫോൺ ചെയ്തിരുന്നു അല്ലേ? അതെ അമ്മായി. ത്രേസ്യ ഇരിക്കൂ. താങ്ക്സ്. ഞാൻ പറഞ്ഞ പെൺകുട്ടി ഇതാ. ആഹാ, സുന്ദരിയാണല്ലോ. ഇഷ്ടായോ? ഈ കുട്ടിയെ കാണാൻ വേണ്ടിയേ അമ്മായിയെ നാളെ കൂട്ടിക്കൊണ്ടല്ലാന്ന് ഞാൻ വാക്ക് കൊടുത്തിരിക്കുക. അയ്യോ, നാളെ പറ്റില്ല. അതെന്താ? നാളെ സുഗുണൻ അറേഞ്ച് ചെയ്ത പെൺകുട്ടിയെ കാണാൻ പോണം. സുഗുണനോ? അതെ, DSP മാധവന്റെ മകളാ കുട്ടി. ഞാൻ ചെല്ലാമെന്ന് ഏറ്റുപോയി. മാത്രമല്ല, എന്നെ പ്രതീക്ഷിച്ച് DSP ലീവ് എടുത്ത് നിൽക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അയ്യോ അമ്മായി, ഇതിനേക്കാളൊക്കെ വിലയും നിലയും ഉള്ള ഒരു കുടുംബത്തിലെ കുട്ടിയാ ഞാൻ കണ്ടുവച്ചിരിക്കുന്നേ. കോയിക്കല തമ്പി അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ കുറിച്ച് ഇവിടുത്തെ കാര്യസ്ഥൻ കേശവനായർ സാറിനോട് ചോദിച്ചാൽ അറിയാം. പുരാതന തറവാടല്ലയോ, കോടിക്കണക്കിന് സ്വത്തുണ്ട്. ഏത് തമ്പിയായാലും അണ്ണനായാലും എനിക്ക് 2 ദിവസം കഴിഞ്ഞേ വരാൻ ഒക്കൂ. ത്രേസ്യ ഇപ്പൊ പോയിട്ട് നാളെ കഴിഞ്ഞ് എനിക്ക് ഫോൺ ചെയ്യൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓ, താങ്ക്സ്. യെസ്. മഹാബാബു ഇവിടെ എത്തിയിരിക്കും എന്നെ ദ്രോഹിക്കാൻ. നാളെ DYSPയുടെ മോളെ കാണാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അവനിട്ട് ഞാൻ പണി. എന്താ പറഞ്ഞേ? എന്താ? അയ്യോ അല്ല, നാളെ രാവിലെ ഞാൻ ഇങ്ങോട്ട് ഫോൺ ചെയ്യാന്ന് പറയുമായിരുന്നു. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. കരുണാമയനായ കർത്താവേ, അമേരിക്കൻ അമ്മായിയുടെ കയ്യിൽ നിന്നും 1 ലക്ഷം രൂപയും മാരുതി കാറും ഞങ്ങൾക്ക് തന്നെ കിട്ടുമാറാക്കണമേ. ആമേൻ. കർത്താവേ, കാറ് കിട്ടിയാൽ ഉടൻ തന്നെ ആ കാറിൽ ഫുൾ പെട്രോൾ അടിച്ച് ഞങ്ങൾ വന്ന് നിന്നെ കണ്ടോളാവേ. ആമേൻ. ആ സുഗുണൻ എന്ന യൂദാസിന്റെ പിടിയിൽ നിന്നും ഞങ്ങളെ രണ്ടുപേരെയും രക്ഷിക്കണമേ. ആമേൻ. ത്രേസ്യ കൊണ്ട് ചെല്ലുന്ന കല്യാണം നടക്കും പ്രകാരം അമേരിക്കൻ അമ്മായിക്ക് മാനസാന്തരം വരുത്തണമേ. ആമേൻ. ഈ ത്രേസ്യ വെക്കുന്ന പാര സുഗുണന്റെ മേലിൽ നിന്നും ഏൽക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കാരുണ്യം ഞങ്ങളിൽ മാത്രം ചൊരിയണമേ. ആമേൻ. ഇന്ന് പറ്റില്ല, ഇവിടെ നിന്ന് ഗസ്റ്റ് വരാമെന്ന് പറഞ്ഞിരുന്നു. നാളെ കാണാമേ. വിലാസിനി, ദാ അവര് വരുന്നുണ്ട്. ആളുണ്ട്, സംസാരം കേൾക്കുന്നു. അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തല്ലേ, കാണുമല്ലോ. നമസ്കാരം മാഡം. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. ഇരിക്കെ. നമസ്കാരം. അമ്മായിയുടെ അമേരിക്കയിലെ ബംഗ്ലാവ് ഇതിന്റെ 4 ഇരട്ടി വരുമെന്നാണ് പറഞ്ഞേട്ടാ ശ്രുതി. അങ്ങനെയൊന്നുമില്ല. ഞാനൊരു കൈക്കൂലി വാങ്ങുന്ന DSP ആയിരുന്നെങ്കിൽ അതിലും വലിയ ബംഗ്ലാവ് പണിയാമായിരുന്നു. മാഡം, ഇദ്ദേഹം ഡിപ്പാർട്ട്മെന്റിലെ നീതിമാനായ ഓഫീസറാണ്. ഓ, ഇന്ന് ലീവ് എടുത്തു അല്ലേ? നിങ്ങളെ പോലുള്ള VIP പെണ്ണ് കാണാൻ വരുമ്പോൾ ഞാൻ വീട്ടിലില്ലായിരിക്കുന്ന മോശമല്ലേ?
മാധവ സാറിന് മാഡത്തിന്റെ പേരിലുള്ള ബഹുമാനം അത്രയ്ക്ക് വലുതാ. വിലാസിനെ നോക്കിക്കാതെ കാപ്പി ഉണ്ടോ? നോ താങ്ക്സ്. ഞാൻ കാപ്പിയും ചായ ഒന്നും കുടിക്കാറില്ല. കുട്ടിയെ ഒന്ന് കണ്ടാ മതി. മാഡത്തിന് തീരെ സമയമില്ലാത്തോണ്ടാണേ ധൃതി. അതിന് എന്റെ മോൾ ഇവിടെ ഇല്ല. ഇല്ലെന്നോ? പിന്നെന്തിനാ ഞങ്ങളെ ഇങ്ങോട്ട് വരുത്തിയത്? എടാ സുഗുണ, ഞാൻ ഇങ്ങോട്ട് വരുന്നൊന്നും നേരത്തെ അറിയിച്ചിരുന്നല്ലേ? അറിയിച്ചേ, ഫോണിൽ നേരിട്ട് അറിയിച്ചേ. ഇതാണോ അന്തസ്സുള്ള കുടുംബക്കാരുടെ പെരുമാറ്റം? അപ്പൊ എന്നെ മനഃപൂർവ്വം വിളിച്ചു വരുത്തി ആക്ഷേപിക്കായിരുന്നില്ലേ? ഇതിലെന്തോ ആക്ഷേപം? ഇനി ഒരു ദിവസം വന്നാ മതി, എന്റെ മോളെ കാണാം. അതിന് നാട്ടിൽ വേറെ പെണ്ണില്ലെന്ന് വരണം. വാടോ. മാഡം മേഡം അല്ലേ അടവം? മേലേൽ എന്നെ ഇങ്ങനെയുള്ള അടുത്ത് വിളിച്ചോണ്ട് വന്നാലുണ്ടല്ലോ. മാഡം എക്സ്ക്യൂസ് മീ, ഒന്നുകൂടി കാര്യങ്ങൾ. സൂണ ഓ. ഇവിടെ അവളോട് പാട്ടിന് പോകാൻ പറയണോ? ഇതിനു മുമ്പ് അവൾ ആരായിരുന്നു നിനക്കറിയാവോ? വലിയ ചന്തയിലെ ചുമടും ചുമന്ന് നടന്നവളാ. എങ്ങനെയാ കുറെ പണം ഉണ്ടായപ്പോ അമേരിക്കനുമായി ആയി. അയ്യോ, ഇതൊക്കെ ആരാ പറഞ്ഞത്? ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു സ്ത്രീ ഇന്ന് ഫോൺ ചെയ്ത് അറിയിച്ചതാ. ശാരദ നായർ സ്റ്റാറ്റസ് ഉള്ള സ്ത്രീയാ. ഇതൊക്കെ വെറും നുണയാ. നിങ്ങൾ ആ ചെറ്റത്തരം എന്ത് പറഞ്ഞതാ? ഒയ്ക്കോണം എന്റെ മുമ്പിൽ നിന്ന്. ഇനി ഇമാതിരി പാർട്ടികളെയും കൊണ്ട് എന്റെ മോളെ കാണാൻ വന്നോണ്ടല്ലോ, ഒന്നുകളെയും ഞാൻ. എന്താടോ അവിടെ ഒരു ഒച്ച ബഹളോ? ഏയ് ഒന്നുമില്ല. അടുത്ത തവണ വരുമ്പോ തീർച്ചയായിട്ടും പെണ്ണിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കയ്യിലടിച്ച് സത്യം ചെയ്ത ശബ്ദമാ കേട്ടോ. ഇവന്റെ മോളെ കാണാൻ ഇനി എന്റെ പട്ടി വരും. മാഡം, ഈ ആലോചന പൊളിക്കാൻ വേണ്ടി ആരോ എനിക്കിട്ട് പാര പണിഞ്ഞതാ. താൻ മരുന്നെങ്കിൽ കയറ്. ഓ അപ്പുറത്ത് പോയി കയറണം. ഇവിടെയല്ല. ഓ, പിന്നെ എവിടെയാണ്? എവിടെയെങ്കിലും കൊണ്ട് വിടല്ലേ? അവിടെ തന്നെ വിടണേ. എവിടെ? നമസ്കാരം അമ്മായി. ആ, നമസ്കാരം. ത്രേസിയോ? ത്രേസിയുടെ പ്രോഗ്രാം ഞാൻ നാളത്തേക്ക് വെച്ചിരിക്കുക. അത് മതിയേ. പിന്നെ ഇന്നലെ ആ DSPയുടെ മകളെ കണ്ടിട്ട് ആ ഇഷ്ടം. കാര്യം എന്നെ ഓർമ്മിപ്പിക്കരുത്. അതെന്താ അമ്മായി? അതങ്ങനെയാ. ആ DSP എന്ന് പറയുന്നവൻ ഒരു മാനേഴ്സ് ഇല്ലാത്തവനാ. ഞാൻ അവിടെ ചെന്നപ്പോ പെണ്ണവിടെ ഇല്ലെന്ന്. ഇനിയിപ്പോ വല്ലവന്റെയും കൂടെ ഒളിച്ചോടി പോയതാണോ? അതൊന്നും എനിക്കറിയില്ല. ആ സുഗുണന്റെ ഏർപ്പാടാണെന്ന് പറഞ്ഞപ്പോഴേ എനിക്കറിയാം സംഗതി അൽഗുൽത്താണെന്ന്. അയാളെ വിശ്വസിച്ചിരുന്ന അടുത്ത കാലത്തെങ്ങും അമ്മായിക്ക് കല്യാണം ഉറപ്പിക്കാൻ പറ്റില്ല. കാലം എത്ര നീണ്ടാലും എനിക്ക് ഇഷ്ടപ്പെട്ടിടത്തെ വാക്ക് ഉറപ്പിക്കൂ. അയ്യോ അത് മതി. പക്ഷെ അതുവരെ അമ്മായിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി നടത്താൻ ഒരാള് വേണ്ടേ? വീട് നടത്താൻ ഞാൻ മതി. പക്ഷേ എനിക്ക് മനസ്സിനിണങ്ങി ഒരു പാചകക്കാരിയെ വേണം. അമ്മായിക്ക് എത്ര പാചകക്കാരികളെ വേണം? ഞാൻ കൊണ്ടുതരാം. എനിക്ക് വെറും അടുക്കളക്കാരി പോരാ. ഫോറിൻ കൺട്രീസിലെ കുക്കിംഗ് എല്ലാം അറിയാവുന്നവളായിരിക്കണം. ആ അതറിയാവുന്ന ഒരാളുണ്ട് അമ്മായി. ജപ്പാന്നാണ് പേര്. ചൈനീസും പാരീസും അമേരിക്കനും ആഫ്രിക്കനും ഒക്കെ തറവാ. ഇപ്പൊ ഉഗാണ്ടായിന്ന് ലീവിന് വന്നതേ ഉള്ളൂ. നമ്മളെ വിളിച്ചാ വരുവോ? ഞാൻ കൊണ്ടുവന്ന് നിർത്തിത്തരാം. ഈ ത്രേസി ഉള്ളപ്പോ അമ്മായി ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. നാണിയന്മാർക്ക് കെട്ടിയാൻ പിടിക്കണം. സഹായം ഒന്നും വേണ്ട. എന്നാ നടക്ക്. ആ ചേടാ, ഏതോ ഭയങ്കര ബംഗ്ലാവിൽക്കെന്നും പറഞ്ഞ് ഈ കക്കൂസ് പോലുള്ള വീട്ടിൽ നിർത്താനാണ് എന്നെ കൊണ്ടുവന്നത്. എന്റെ പൊന്ന് തള്ളച്ചി, ഇത് കക്കൂസല്ല, എന്റെ വീടാ. ഞാൻ ത്രേസ്യാമ്മ ഒരു സംസാരിച്ചിട്ട് ബംഗ്ലാവിലേക്ക് തന്നെ കെട്ടിയെടുത്തോളാം. പോലെ എന്നാ വിളിക്കവിടെ. ത്രേസ്യേ, ഒരു ത്രേസ്യാമ്മേ, ഇത് നീ പറഞ്ഞ് ഈനാമ്പേച്ചിയെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. ആ കിഴവി അമേരിക്കൻ അമ്മായിന്റെ അടപ്പ് ഇളക്കുന്ന തോന്നുന്നത്. ഓ അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ നോക്കട്ടെ. ഇതേ കിടക്കണു. അല്ല ഇതാരാ? നാണിയമ്മയോ? എന്താ നിങ്ങള് കുശിക്കണത്? അല്ല ഞാൻ ഒന്നുമില്ല, കുരിശ് ചുമക്കുന്ന കാര്യം പറയായിരുന്നു. ഇത്രയും നേരം ഞാൻ സഹിച്ചില്ല, ഇനി നീ സഹിച്ചോ. നാണിയം വല്ലതും കഴിച്ചോ? ഇല്ലടി കൊച്ചേ, കാലത്തെ കപ്പയ കളർച്ചുണ്ട്. കുറച്ച് എനിക്കും കൂടെ എല്ലാം തരാം. കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നെ എളുപ്പം പറ. എന്തിനാ ഈ ഭാണ്ഡക്കെട്ടൊക്കെ? എന്റെ പൊറുതി സാമാനങ്ങളാ. ഇതും കൊണ്ട് അങ്ങോട്ട് എന്നാലേ വല്ല ഭിക്ഷക്കാരിയാണെന്ന് വിചാരിക്കും. നാണിയമ്മയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടുന്ന് തരും. കഞ്ചാവീട് കിട്ടും. എനിക്ക് ഇടയ്ക്ക് അതില്ലാതെ പറ്റൂല. ഗുമ്മനളെ കിടക്കുക. അയ്യോ ദേ, ഈ ഇളക്കൊന്നും അവിടെ തന്നെ കാണിച്ചേക്കരുത്. അന്തസ്സായിട്ട് പെരുമാറിക്കോണം. ജീവിതത്തിൽ ആർക്കും കിട്ടാത്ത ഭാഗ്യവാ നാണിയമ്മയ്ക്ക് കിട്ടിയിരിക്കുന്നേ. നീ പറയുന്ന പോലെ ഒക്കെ ഞാൻ നിന്നോളാം. അത് മതി. മാസം 2000 രൂപയാ ശമ്പളം. ആ 2000? എനിക്കോ? എന്നാ സമയം കളയാതെ എപ്പോഴാ നാണിയമ്മേ? ഞാൻ പറയട്ടെ, അമേരിക്കൻ അമ്മായിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. എടി കൊച്ചേ, ഈ നാണി കട്ടപ്പന കള്ളുഷാപ്പിൽ നിന്നവളാ. മൂക്കറ്റം കുടിച്ചവനും എന്റെ പാചകത്തിനെ കുറ്റം പറയില്ല. അയ്യോ, കള്ളുഷാപ്പിൽ നിന്ന കാര്യമൊന്നും അവിടെ ചെന്ന് പറഞ്ഞേക്കല്ലേ. ഇതിനു മുൻപ് എവിടായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങ് ഉഗാണ്ടയിലായിരുന്നു എന്നേ പറയാവൂ.
അതെന്തുണ്ടയാ? ഉണ്ടയല്ല, ഒരു രാജ്യത്തിന്റെ പേരാ ഉഗാണ്ട. ഓഹോ. പിന്നെ അവര് ചോദിച്ചാൽ ഇന്നലത്തെ ഫ്ലൈറ്റിലാണ് വന്നതെന്ന് പറയണം. പിന്നെ അവിടെ മിക്സർ, പ്രഷർ കുക്കർ, ഗ്രൈൻഡർ ഒക്കെ ഉള്ളതാ. ഇത്രയും ആളുകൾ സ്ഥിതിക്ക് പിന്നെ ഞാൻ എന്തിനാ? അയ്യോ, ഇതൊന്നും മനുഷ്യരല്ല നാണിയമ്മേ, ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പേരാ. ഓ അത് ശരി. ആ മോള് വിഷമിക്കണ്ട. അമേരിക്കൻ അമ്മായിയല്ല, അവരുടെ അമ്മൂമ്മ വന്നാലും 5 ദിവസം കൊണ്ട് ഞാൻ പോക്കറ്റിലേക്ക് തരാം. അതാണ് ഈ നാണി. എനിക്കത് മതി. ഞാൻ പറഞ്ഞില്ലേ, ആള് മിടിക്കുക. പിന്നെ നാക്കിന് അല്പം നീള കൂടുതലുണ്ടെന്നേ ഉള്ളൂ. അതൊന്നും സാരമില്ല, ഞാൻ മെരുക്കി എടുത്തോളാം. രാവിലത്തെ ടിഫിൻ സൂപ്പർ ആണ്. നാണിയമ്മേ, എന്താ? നിങ്ങളുടെ പാചകത്തെ പറ്റി അമ്മായി അഭിപ്രായം പറയുകയായിരുന്നു അല്ലേ അമ്മായി? എന്റെ കൈപ്പുണ്യം എന്താണെന്ന് കൊച്ചമ്മ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുമ്പോഴാ ശരിക്കും അറിയാൻ പോണത്. വരാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കുന്നത് എന്തിനാ? അങ്ങോട്ട് ചെയ്തോണ്ടാ മതി. ഒരുമാതിരി കോല് വെച്ചെന്ന് വർത്താനം പറയരുത്. കഞ്ഞിവെള്ളം കൊണ്ടേ 7 തരം സൂപ്പ് ഉണ്ടാക്കുന്നവളാ ഞാൻ. കഞ്ഞിവെള്ളം കൊണ്ട് 7 തരം സൂപ്പോ? എന്താ? കഞ്ഞി സൂപ്പ്. ഈ ഹോട്ടലിലൊക്കെ ചിക്കൻ സൂപ്പ്, മട്ടൻ സൂപ്പ്, ആ സൂപ്പ്, ഈ സൂപ്പ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങി കുടിച്ചിട്ട് 50ഉം 60ഉം 65ഒക്കെ കൊടുത്ത് നെഞ്ചും വിരിച്ച് ഇറങ്ങി വരുന്നൊരു വിചാരം എന്താ? സാക്ഷാൽ കോഴിയുടെ, മാട്ടിന്റെ, ആടിന്റെ ഒറിജിനൽ ജ്യൂസാണെന്നാ. അല്ല, വെള്ളം, വെറും കഞ്ഞിവെള്ളം. സത്യമായിരിക്കും. കാരണമേ, ഇവര് കുറച്ചുനാൾ കരാത്തെ ചാമ്പ്യൻ ബ്രൂസ്ലിയുടെ കൂടെ ആയിരുന്നേ ജപ്പാനിലെ. അതേ കൊച്ചമ്മേ, ആ ഡൂക്കിലേക്ക് എപ്പോഴും സൂപ്പ് കുടിക്കണം. ഞാൻ തലേ ദിവസം കഞ്ഞിവെള്ളത്തില് ഓരോ കളറും മസാല ഒക്കെ ചേർത്ത് കൊടുക്കും. ചിക്കൻ സൂപ്പ്, മട്ടൻ സൂപ്പ്, ചേര സൂപ്പ് എല്ലാം കഞ്ഞിവെള്ളത്തരാ. ചേര സൂപ്പോ? എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു. അയ്യോ, മഞ്ഞച്ചേര പിടിച്ച് സൂപ്പ് ഉണ്ടാക്കി കഴിച്ച സ്വർണത്തിന്റെ നിറവും ഉരുക്കിന്റെ ബലവും കിട്ടുന്ന പറയുന്നേ. ആ ഡൂക്കിൽ സാറാ എനിക്ക് ജപ്പാൻ നാണിന്ന് പേരിട്ടത്. ശരി ശരി, ജോലി നടക്കട്ടെ, വരൂ. ആ, ഏതായാലും നല്ല ഒരു അടുക്കളക്കാരിയെ കൊണ്ട് തന്നതിന് ട്രേസിക്ക് 1000 താങ്ക്സ്. ഇതുപോലെ നല്ലൊരു മരുമകളെ ഞാൻ കൊണ്ടുവന്ന് തരും. ആ, അമേരിക്കയിൽ നിന്ന് മോന്റെ ഫോണായിരിക്കും, നോക്കട്ടെ. നാണിയമ്മേ, ഞാൻ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ഉപകാരം ചെയ്തതിന്റെ പിന്നിൽ എനിക്കൊരു ഉദ്ദേശമുണ്ട്. നിനക്ക് കമ്മീഷൻ വേണമായിരിക്കും. അയ്യേ, എനിക്കെന്തിന് നിങ്ങളുടെ കമ്മീഷൻ? പിന്നെ ഇവിടെ കല്യാണാലോചനയും കൊണ്ട് ഏതെങ്കിലും ബ്രോക്കർമാര് വരുന്നുണ്ടോന്ന് അപ്പപ്പോ എനിക്ക് ന്യൂസ് കിട്ടണം. പ്രത്യേകിച്ച് ആ സുഗുണൻ അമ്മായിയായിട്ട് എന്തൊക്കെയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കി അപ്പപ്പോ എനിക്ക് വിവരം തരണം. 1,00,000 രൂപയും മാരുതി കാറുമാണ് പ്രതിഫലമായിട്ട് തരാൻ അമ്മായി ഏറ്റിട്ടുള്ളത്. ആ, അതിന്റെ പകുതി ഞാൻ നാണിയമ്മയ്ക്ക് തരും. ഉറപ്പ്. എന്നാ ഇന്ന് മുതൽ നാണി നിന്റെ സിയടി. ഉറപ്പ്. ഉറപ്പ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. അല്ല സാറേ, എന്റെ മോന്റെയും മോളെയും പൊരുത്തം അടിച്ചു വന്നിരിക്കുന്നു. അയ്യോ അമ്മാവാ, എന്നോട് ക്ഷമിക്കുക. ഇവന് പണി അറിയില്ല, ദാരിദ്ര്യം കാരണം പിടിച്ചു നിർത്തിയതാ. ആ അമ്മാവൻ വിഷമിക്കണ്ട. അമ്മാവന്റെ മകൻ ഒരു പെണ്ണിനെയും മകൾക്ക് ഒരു ആണിനെയും ഞാൻ കണ്ടുപിടിച്ചു തരും. അമ്മ പോയിട്ട് നാളെ വന്നേ. ആ എടാ തെണ്ടി, ശമ്പളം തരാതിരുന്നിട്ട് നീ എന്താടാ നന്നാവാത്തെ? ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനോട് മാന്യമായി പെരുമാറണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? നീ ഇത് പൂട്ടിച്ച് അടങ്ങുള്ളോടാ. ഞാനുള്ളതുകൊണ്ട് ആശാൻ ഈ ബ്യൂറോ നടത്തിക്കിട്ട് പോണത്. കൂട്ടിയിട്ടേ അടങ്ങോള് പോലും. ഇഷ്ടമല്ലെങ്കിൽ പല ഞാനൊക്കെ പോയേക്കാം. എടാ, എനിക്കൊരു കഷ്ടത വരുമ്പോഴാണോ നീ എന്നെ ഇട്ടേച്ച് പോകുന്നത്? കഷ്ടതയോ? ആ ത്രേസി എനിക്കിട്ട് പാര വെക്കുവാടാ. ആ അമേരിക്കൻ അമ്മായിയുടെ ബംഗ്ലാവില് ജപ്പാൻ നാണിന്ന് അടുക്കള പണിക്കാരിയെ കൊണ്ട് കൊടുത്തിരിക്കുന്നു. അതിന് നമുക്കെന്താ? അടുക്കള പണിയിൽ ആശാന് നോട്ടം ഉണ്ടോ? എടാ ഫൂളെ, ജപ്പാൻ നാണിയുടെ മെയിൻ ജോലി അടുക്കള പണി അല്ല. ഞാൻ എന്ത് അമ്മായിയോട് സംസാരിച്ചാലും അടുത്ത നിമിഷം നാണി അറിയും, അത് ത്രേസിയോട് പറയും. ഈ ത്രേസിയുടെ സ്പൈയാണ് നാണി. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നാ ആശാൻ നോക്കിക്കോ, നാണിയെ നാണിപ്പിക്കാനുള്ള സ്പൈ വർക്ക് നമുക്ക് നടത്താം, സ്കോട്ട്ലാൻഡിലെ സീഡികളെ പോലെ. അതെങ്ങനാടാ? ആശാ ഞാൻ പറയുന്ന സെറ്റപ്പ് ഉണ്ടാക്കി തരുവോ? ഓ, ശമ്പളത്തിൽ 500 രൂപ കൂടി ഞാൻ പിടിച്ചിരിക്കുന്നു.
വന്ന് കയറുമെന്ന് വന്നതിനാ? പുതിയതായി കൊച്ചമ്മ നിയമിച്ചിരിക്കുക. കൊച്ചമ്മ നിയമിച്ചതോ? എപ്പോഴായി അത്ഭുതം നടന്നത്? അമ്മാവൻ എസ്റ്റേറ്റ് പോയിരുന്ന സമയത്താ ഇവിടെ വരുന്ന ഗസ്റ്റുകളെല്ലാം സ്വീകരിക്കാനാ എന്നെ നിയമിച്ചിരിക്കുന്നത്. ന്യൂ വെയിറ്റർ. വെയിറ്ററായി നിന്നെ കണ്ടിട്ട് യാതൊരു വെയിറ്റും തോന്നുന്നില്ലല്ലോടാ. കൂടിയാൽ 35 കിലോ കാണും. എന്തുകൊണ്ടാ അതിന്റെ പേര്? എനിക്ക് വെയിറ്റ് ഇല്ലെങ്കിലും എന്റെ പേരിന് വെയിറ്റ് ഉണ്ട്. കുങ്ഫു കുട്ടപ്പൻ. ഞാൻ ഹോങ്കോങ്ങിലായിരുന്നു. ഓ, ഹോങ്കോങ്ങും ജപ്പാനും ഒക്കെ ചേർന്ന് ഈ ബംഗ്ലാവ് മുടിക്കുമെന്നാ തോന്നുന്നേ. അമ്മാവൻ ചൂടാകല്ലേ, വെയിലത്തുനിന്ന് വന്നല്ലേ, കൂൾ ഡ്രിങ്ക്സ് കുടിച്ചൊന്ന് കൂളാകണം. കേശുനായർ വന്നോ? ഓ, അല്ല, ഇവനെ ആരും കൊണ്ടുവന്നതാ? ആ സുഗുണൻ പാവമാ, നിന്നോട്ടെ. ഓ, എടാ, ആ ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് കൂൾ ഡ്രിങ്ക്സ് കൊണ്ട് കൊടുക്ക. കൊടുക്കാൻ പോവുമായിരുന്നു. അപ്പോഴാ അമ്മാവൻ ആ, എസ്റ്റേറ്റിൽ പോയ കാര്യം എന്തായി? പറഞ്ഞയച്ച എമൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ, വരൂ. കൊണ്ടുപോകും. ഉത്സവ കമ്മിറ്റിക്കാരി പോയോ? ഞാൻ അത്രയ്ക്ക് ലേറ്റായോ? എടോ വാലിമാക്രി, താനെന്താ ഇവിടെ? ന്യൂ കമറാ. ന്യൂ കമറോ? അതോ സുഗുണന് വേണ്ടി ന്യൂസ് പിടിക്കാൻ വന്ന കള്ള കാഫറോ? എങ്ങനെ ധരിച്ചാലും എനിക്ക് നോ ഒബ്ജക്ഷൻ. എനിക്കിട്ട് പാര വെക്കാൻ ശ്രമിച്ച നീ ബാർബർ ഷോപ്പിലെ കട്ടർ കുട്ടപ്പനാണെന്ന് ഞാൻ അമ്മായിയോട് പറഞ്ഞു കൊടുക്കും. പറഞ്ഞോ. കട്ടപ്പന കള്ള് ഷാപ്പിലെ കറിക്കച്ചവടക്കാരി നാണിയാണ് ഈ ജപ്പാൻ നാണിയെന്ന് ഞാനും പറഞ്ഞു കൊടുക്കും. അയ്യോ, എന്തിനങ്ങനെയൊക്കെ പറയണേ? അപ്പൊ പറയണ്ടേ? വേണ്ട. അരവും തമ്മിൽ ഒരക്കണ്ട, കിന്നരമാവും. അതെ, എനിക്കറിയാം. വെയിലത്ത് വന്നല്ലേ, കൂൾ ഡ്രിങ്ക്സ് കുടിച്ചോ, തണുക്കട്ടെ. കമ്പനിക്ക് പറഞ്ഞ ഞാനും കുടിക്കാം. പിടിച്ചോളൂ. CM സുഗുണൻ ഹിയർ. ആശാനത് ഞാനാ, കുങ്ഫു കുട്ടപ്പൻ. കുട്ടപ്പനോ? എന്തൊക്കെയാണ്ടാ വിശേഷം? ട്രേസ്യ വന്ന് അമ്മായിയും കൂട്ടിക്കൊണ്ട് പെണ്ണ് കാണാൻ പോയിരിക്കുക. എവിടേക്കാടാ പോയിരിക്കുന്നേ? കോയിക്കൽ തമ്പിയുടെ മകളെ കാണാനാ. ഇപ്പൊ പോയതേ ഉള്ളൂ. തിരിച്ചോട്ടടാ, അവരവിടെ ചെല്ലുന്നതിന് മുമ്പ് കോയിക്കലേക്ക് എന്റെ പാര പാസ് ചെയ്തിരിക്കും. ഫോണിൽ കൂടെ പാര വയ്ക്കുമെന്നോ? വെച്ചോ. അതേടാ, ഈ സുഗുണന്റെ ഫോൺ പാരയ്ക്ക് എത്ര ശക്തി ഉണ്ടെന്ന് ഇന്ന് ത്രേസ്യ മനസ്സിലാക്കും. കഞ്ചാവ് മണക്കുമല്ലോ. ആരാ കഞ്ചാവ് മരിക്കുന്നത്? പുകേ? അമ്പടി കള്ളി, ഇവിടെ വന്നിരുന്ന് കഞ്ചാവ് ബീഡി വലിക്കായിരുന്നു ഇല്ലേ? കഞ്ചാവ് വീഡിയോ ആര്? അപ്പൊ നാർന്നതോ? അതാരോ ചവറ് കത്തിക്കാണ്. അപ്പൊ പിന്നെ നിങ്ങളെ കയ്യിലിരുന്ന് പോയുന്നതോ? അത് സാമി വീഡിയാ. സാമിയോ ആസാമിയോ? നിങ്ങൾ ബീഡി വലിച്ചോ? ശീലിച്ചു പോയടാ. എത്ര ദിവസമായി എന്നറിയോ ഞാനൊരു ബീഡി വലിച്ചിട്ട്. ആ പെണ്ണിനോട് ചോദിച്ച് സഹി കേട്ടപ്പോ ഒരെണ്ണം കൊണ്ടു തന്നു. ആര്? തവള ത്രേസ്യോ? ആ, അത് ശരി, അങ്ങനെ വരട്ടെ. ഇന്ന് കൊച്ചമ്മയോട് പറഞ്ഞ് 2 എണ്ണത്തിനും പുകച്ചു പുറത്ത് ചാടിച്ചില്ലെങ്കിൽ എന്നതാ ഇങ്ങനെ വിളിച്ചോ. ആ, എന്റെ പൊന്നു മോനല്ലേ, നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. നീ കൊച്ചമ്മോട് പറയല്ലേ. 1 ലക്ഷത്തിന്റെ പകുതി തരാന്നാ ത്രേസ്യ എന്നോട് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് കിട്ടുന്നതിന്റെ പകുതി നിനക്ക് ഞാൻ തരാം. അയ്യാ, പകുതിയാക്കണ്ട, മുഴുവൻ ഇരുന്നോട്ടെ. നിങ്ങളോടൊന്ന് പുറത്താക്കേണ്ടത് എന്റെയും കൂടെ ആവശ്യമാ. എങ്ങാണ്ടോ കിടന്ന ഒരുത്തനെ എന്റെ 7 തരം സൂപ്പ് കുടിപ്പിച്ച് ബ്രൂസ്ലി ആക്കുക പോലെ നിന്നെ ഞാൻ ബ്രൂസ്ലി ആക്കാം. സത്യമാണോ? സത്യം. എന്നാ നിങ്ങൾ ഇവിടെ ഇരുന്ന് കൊതി തീരുവോളം വലിച്ചു നേരം വിളിപ്പിച്ചോ. കുട്ടായി ഇനി നിന്നാ ചിലപ്പോ ഞാൻ വലിച്ചോ. ചുമ്മാതെ അല്ല ഇവിടെ കിടന്ന തേങ്ങ മുഴുവനും കാണാതെ ഇത്. ഇവൻ അടിച്ചോണ്ട് പോവാ പട്ടി. ഹലോ ദേവകുമാർ. ആരാത്? ഞാനാ CM. ഗുഡ് മോർണിംഗ് മാഡം. എവിടെ മാഡത്തിന്റെ പൊന്നുമോൻ? ആ, ആർക്കറിയാം. ആഹാ, ആ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ മകളെ.
ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ പോയാലേ കാണാൻ പറ്റൂ. സുഗണന് വേറെ പണിയില്ലേ? അവന് കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞിരിക്കും. കല്യാണം വേണ്ടെന്നോ? മാഡത്തിന് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ മനഃശാസ്ത്രം അറിയില്ല. വേണ്ടാന്ന് പറഞ്ഞാൽ വേണം വേണമെന്നാണ് അർത്ഥം. ഞാനേ അവന് എത്ര പെൺകുട്ടികളെ കണ്ടുവച്ചു. മാഡം, ഒരു പുരുഷന് വിധിച്ചിരിക്കുന്ന പെണ്ണിനെ കണ്ടുമുട്ടിയാലേ വിവാഹം നടക്കൂ. സൃഷ്ടിക്കുമ്പോ തന്നെ ബ്രഹ്മാവ് ആത്മാക്കളെ തമ്മിൽ ചേർത്ത് വെൽഡ് ചെയ്താണ് ഭൂമിയിലേക്ക് വിടുന്നത്. അങ്ങനെ വെൽഡ് ചെയ്ത് വിടുന്നോണ്ടാണ് വിവാഹത്തിന് വെൽഡിങ് 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 വെഡ്ഡിങ് എന്നായത്. എനിക്കൊന്നും കേക്കണ്ട, ഞാൻ മടുത്തു. മാഡം വിഷമിക്കണ്ട, ദേവകുമാരോട് ഞാൻ സംസാരിക്കാം. ദേവകുമാർ, ദേവകുമാർ, പുള്ളി ഉള്ളിലില്ലേ? പുറത്തിയാടിയോ? പോയി കാണും. അമ്മ അറിയാതെ ഒരു ഇഞ്ച് ചലിക്കാത്തവനാ. ഇപ്പൊ എവിടെ പോകുന്നെന്നോ എന്തിനു പോകുന്നെന്നോ ഒന്നും എന്നോട് പറയാറില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാരല്ലേ. അല്ല, ഇനി വല്ല ഡിഗ്രി കണക്ഷൻ വല്ലതും? ഇത് കൊള്ളാലോ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. റോഡ് സൈഡിൽ തന്നെ നല്ല വീട്, കാർ പോർച്ചൊക്കെ ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ച വീട് തന്നെ. പൂന്തോട്ടവും ഉണ്ട്. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഹലോ, ഒന്നിങ്ങ് വന്നേ. ആരാ? എന്ത് വേണം? അതെ, ഈ വീടായിരുന്നാ? ഞങ്ങളുടേതാ. എന്താ വിലക്ക് കൊടുക്കുമെന്ന് അറിയാനാ. ഇതിനെന്ത് വില വരും? 25 ലക്ഷം രൂപ വരൂ. 25 ലക്ഷം? 1 ലക്ഷത്തിനൊന്നും കിട്ടൂലല്ലേ ഇത്? കിട്ടുമല്ലോ. കിട്ടുവോ? ഇതല്ല, ഇതിന്റെ പുറകിൽ ഒരു പഴയ കക്കൂസ് ഉണ്ട്. അത് ഞങ്ങൾ പൊളിക്കായിട്ടിരിക്കുക. അത് വേണമെങ്കിൽ തരാം. കക്കൂസേ, നല്ല മറ്റവനുണ്ടേ കൂടി. ഓ, 1 ലക്ഷം രൂപയ്ക്ക് വീട് വാങ്ങാൻ നടക്കുന്നു. അകത്തേക്ക് കമ്മിങ്. ആശാനായിരുന്നു. കൈയെടുക്കാൻ എങ്ങനെ ഉണ്ടാ അന്തരീക്ഷം? നല്ല ചൂട് പിടിച്ച അന്തരീക്ഷം. പാര ശരിക്കും ഏറ്റു. മാഡം അകത്തുണ്ടോ? ആ ത്രേസ്യ വന്ന് ഷോപ്പിങ്ങിന് വിളിച്ചോണ്ട് പോയിരിക്കുവാ. ഇവള് മാഡത്തിന് ഉടുമ്പ് പിടിച്ചിരിക്കുന്ന പോലാണല്ലോ പിടിച്ചിരിക്കുന്നത്. ദേവൻ സാർ വരുന്നു. അകത്തേക്ക് കമ്മിങ്. ഗ്ലാഡ് ടു മീറ്റ് യു മിസ്റ്റർ ദേവകുമാർ. ആരാ മനസ്സിലായല്ലോ? ഞാൻ CM. CM എന്ന് പറഞ്ഞാൽ ചീഫ് മിനിസ്റ്റർ ആണോ? ചീഫ് മിനിസ്റ്റർ അല്ല, CM സുഗണൻ, CMS മാരേജ് ബ്യൂറോയുടെ പ്രൊപ്പറേറ്റർ. ഓ, ഇപ്പൊ മനസ്സിലായി. പ്രൊപ്പറേറ്റർ. താനൊക്കെയാണല്ലേ ഇവിടെ കയറി ഇറങ്ങി അമ്മയെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്? ഇതുവരെ ഭ്രാന്ത് പിടിച്ചിട്ടില്ല. ഇങ്ങനെ പോയാ ഭ്രാന്ത് പിടിക്കും. അതിന് കാരണക്കാരൻ നിങ്ങളും ആയിരിക്കും. സൂക്ഷിച്ച് സംസാരിക്കണം. എന്തിനാ ഇങ്ങനെ പെറ്റമ്മയെ തീതിയിട്ടിരിക്കുന്നത്? ദേവകന്യകമാരെ പോലെയല്ലേ അമ്മ കണ്ടുവച്ചിരിക്കുന്ന പെൺകുട്ടികൾ. ഒറ്റ വാക്ക്, പിറ്റേന്ന് കല്യാണം. നിർത്തോ? നിർത്തി. എനിക്ക് പെണ്ണന്വേഷിക്കാൻ താൻ വെറുതെ ബുദ്ധിമുട്ടണ്ട. അയ്യോ, അതെനിക്ക് ബുദ്ധിമുട്ടാണോ? എന്റെ പ്രൊഫഷണൽ അല്ലേ. ആ പ്രൊഫഷൻ കൊണ്ട് ഇങ്ങോട്ട് വരണ്ടെന്നാ പറഞ്ഞത്. മനസ്സിലായില്ലേ? ശരി, വരുന്നില്ല. എന്നാ ദേവകുമാർ അങ്ങോട്ട് വരൂ. ഇങ്ങൊന്ന്. ആ, അതെ, എന്റെ വിവാഹം അമേരിക്ക വെച്ച് എന്നെ ഫിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഓ മൈ ഗോഡ്. യെസ്. ഹലോ, യെസ്, ദേവകുമാർ സ്പീക്കിംഗ്. ഞാൻ ഡയാനയാ. എന്തായി നമ്മുടെ യാത്രക്കാരി? ആ, ടിക്കറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നോ ഈവനിംഗിലെ ഡൽഹി ഫ്ലൈറ്റ്. യാ, ഇന്ന് എയർപോർട്ട് വെച്ച് കാണാം. ഓക്കെ, ബൈ ബൈ. ഇതല്ല സാറാ ഡൽഹിക്ക് പോകുന്നത്? ഹണിമൂണിന്. കല്യാണത്തിന് മുമ്പോ? അമേരിക്കയിൽ അതാ ഫാഷൻ. ഇത് ഇന്ത്യയാണ് സാറേ. അല്ലേ, നാണിയമ്മ അടിച്ചു വരികയാണോ? അല്ല പൊന്നരിക്ക, എന്തിനാണ് അങ്ങനെ സോപ്പിടുന്നത്? കാര്യം എന്താണെന്ന് പറ. ഞാനിവിടെ ഉള്ളപ്പോ നാണിയമ്മയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചാ എനിക്ക് മഹാഭാവമാ. അതിങ്ങി തന്നെ പൊന്ന് ഞാൻ അരിച്ചോളാം. നാണിയമ്മേ, സൂപ്പ് റെഡിയായോ? സൂപ്പോ? ആ, റൈസ് സൂപ്പ്. അത് കുടിച്ചാൽ ബ്രൂസിലിയെ പോലെ ആവുന്നു നാണിയമ്മയല്ലേ പറഞ്ഞത്? പറഞ്ഞത് ശരിയാ. പക്ഷെ സൂപ്പ് കുടിച്ചാൽ നിനക്ക് കുറച്ച് കൊഴുപ്പ് കൂടും. ഒടുവിൽ വല്ലോരും തല്ലിക്കൊന്ന ഞാൻ സമാധാനം പറയണ്ടേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നാണിയമ്മയുടെ മൾട്ടി സൂപ്പ് കഴിച്ച് ഞാൻ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാം പ്ലീസ്. ആ ശരി, തരാം. വേഗം വരണേ. ഇങ്ങനെ ഉണങ്ങി നിൽക്കാതെ നാണിയമ്മയെ സോപ്പിട്ടാൽ സൂപ്പ് കുടിക്കാം. എനിക്കാരുടെ സോപ്പും വേണ്ട സൂപ്പും വേണ്ട.
സോപ്പും വേണ്ട ചീപ്പും വേണ്ട സൂപ്പും മാത്രം മതിയെ. ഞാൻ ഇതുവരെ കണ്ട വീടുകളിൽ വെച്ച് ഏറ്റവും നല്ലത് ഇത്. കൊള്ളാലോ, നല്ല ഉഗ്രൻ ഫോറിൻ സ്റ്റൈലും. തോമാച്ചനാണല്ലോ. നല്ല ആർക്കിടെക്റ്റ് ആണ് ഇത് വരച്ചത്. എന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങും ചെയ്യും. ചേട്ടൻ എന്താ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? ഒന്നുമില്ല, ഒരു വീട് അന്വേഷിക്കായിരുന്നു. ആരുടെ വീടാ? ഈ ഏരിയയിൽ അങ്ങനെയാണോ? അതല്ലെന്ന്, വാങ്ങാൻ, വിലക്ക് വാങ്ങാൻ. അപ്പൊ പിന്നെ ഇപ്പൊ താമസിക്കുന്ന വീടോ? അതില്ലാത്ത സമയത്ത് അങ്ങനെയൊക്കെ. അങ്ങനെ ആവുമ്പോ ഇപ്പൊ ചേട്ടന് ധാരാളം കാശ് ഉണ്ടായിരിക്കുമല്ലോ. ഉണ്ട് ഉണ്ട്, വരും വരുത്തും. എങ്ങനെ, ഗൾഫിൽ നിന്നാണോ? കുഴലി? ഗൾഫിലെ കോയിലും പൈപ്പും ഒന്നല്ല, ഇവിടുന്ന് തന്നെ. കാശ് മാത്രല്ല, കാറും വരും. അതേത് കാറ്? മാരുതി. ഓ, മാരുതി കാറ്. 1 ലക്ഷം രൂപ മാരുതി കാറ്. അത് തന്നെ. അപ്പൊ പിന്നെ ഈ വീടൊക്കെ എന്താ ചേട്ടാ നോക്കുന്നേ? ഇതെന്തോന്ന് ചീള് കേസല്ലേ? ചേട്ടൻ നേരെ PTP നോട്ട് വിട്. അവിടെ ഉണ്ണുണ്ണി മുതലാളിയുടെ ബംഗ്ലാവ് 1 ലക്ഷം രൂപയ്ക്ക് വിൽക്കാനിട്ടിരിക്കുക. നേരോ? ആ, ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ബംഗ്ലാവാ. കാറ് കയറും. കാർ മാത്രമല്ല, കപ്പലും കയറും. ഇനി ചേട്ടൻ മാത്രം അങ്ങോട്ട് കയറിയാ മതി. ഉണ്ണുണ്ണി മുതലാളി PTP നഗർ. അത് തന്നെ, പേര് മറക്കണ്ട. ഉണ്ണുണ്ണി മുതലാളി PTP മുതലാളി ഉണ്ണുണ്ണി നഗർ. ഏത് ഉണ്ണുണ്ണി, ഏത് PTP? ആ, കറങ്ങട്ടെ. കറങ്ങാനാണ് യോഹമെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? അയ്യോ ആഹാ, എന്റെ കർത്താവേ, ഇതെന്ത് ബുദ്ധി. നിന്നെ ഞാൻ അന്വേഷിച്ച് കിടക്കുകയായിരുന്നു. ഇപ്പോഴല്ലേ എന്റെ കൈ കിട്ടിയത്. അയ്യോ അതെ, ആരാ നിങ്ങളൊക്കെ? എടി, എന്റെ മോക്ക് അമേരിക്ക പയ്യനെ കൊണ്ട് തരാന്ന് പറഞ്ഞല്ലേ എന്റെ ഭാര്യയുടെ കാശ് വാങ്ങിച്ചോണ്ട് പോയത്. അയ്യോ അയ്യോ, സാറായിരുന്നു. എനിക്ക് കണ്ടിട്ട് ആളിനെ മനസ്സിലായില്ല. ഈ കണ്ണാടി ചെയ്യുന്ന ഒരു ചതിവേ. ഞാനിപ്പോ സാറിന്റെ വീട്ടിലോട്ട് വരികയായിരുന്നു. എന്തിനാ വീണ്ടും കാശ് വാങ്ങിക്കാനോ? അയ്യേ, ഞാൻ അത്രയ്ക്ക് ചീപ്പാണോ സാറേ? സാർ, പയ്യൻ ഇന്നലെയാണ് അമേരിക്കയിൽ നിന്ന് വന്നത്. നാളെ തന്നെ ഞാൻ പയ്യനെ അമ്മയും കൂട്ടി വീട്ടിൽ വന്നിരിക്കും. ഷുഗറാണല്ലോ. ഷുഗർ. പിന്നെ വാക്ക് തെറ്റിച്ചാണ്ടല്ലോ എന്റെ നിറം മാറും. അയ്യോ സാർ, അങ്ങനൊന്നും പറയില്ല സാർ. സാറിന് ഈ നിറത്തിൽ കാണുന്നതാണ് എനിക്കിഷ്ടം. കണ്ടോ? ഒന്നും കാണാനില്ല സാർ. സാർ വീട്ടോട്ട് ചെന്നാട്ടെ, പയ്യനെ അമ്മയെ സൽക്കരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്താട്ടെ. സാർ പുറപ്പെട്ടാട്ടെ. ഓ, യു ക്യാൻ ഗോ സർ. സിറ്റിംഗ് ഓൺ ദ കാർ. വണ്ടി കളിക്കോ. ഓ, ഓൾ ദ ബെസ്റ്റ്. ഓ, പുണ്യാളച്ചാ, എന്നെ രക്ഷിച്ചേ. രാറ്റാ സാർ. കുട്ടപ്പാ, എടാ കുട്ടപ്പാ, ഈ കുമ്പ് എവിടെ പോയി കിടക്കുക? എടാ കുട്ടപ്പാ. ഞാനിവിടെ ഉണ്ടേ. ഞാൻ സൂപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട്, വന്ന് കുടിക്കേ. താങ്ക് യു വെരി മച്ച്. ഞാൻ കസർത്ത് ചെയ്യുകയായിരുന്നു. ഈ ശരീരം വെച്ചോണ്ട് നീ കസർത്ത് ചെയ്താലേ നിന്റെ കയ്യും കാല കോരിത്തെറിക്കും. ബ്രൂസിന്റെ ആദ്യകാലത്ത് ഇറുക്കിൽ പോലെ ഇരുന്നു എന്നല്ലേ നാണിയമ്മ പറഞ്ഞത്? അതേടാ, എന്റെ സൂപ്പ് അങ്ങോട്ട് ചെന്നപ്പോഴാ അയാൾക്ക് തടിയും കളറൊക്കെ വന്ന് സിനിമയിൽ ചാൻസ് കിട്ടിയത്. ഞാനും അങ്ങനെ ആവാനല്ലേ സൂപ്പ് കുടിക്കുന്നത്. ഒരാഴ്ച കുടിച്ചു നോക്ക്, നിന്റെ ദേഹം മുഴുവൻ അവിടെ മസില് മുഴച്ച് 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 വരും. അയ്യേ, അങ്ങനെ മുഴച്ചു വരുന്നത് ഏതാണ്ട് സൂക്കേടല്ലേ? അല്ല, മസില്. എന്റെ സൂപ്പ് എങ്ങനെയുണ്ടെന്ന് അപ്പഴേ നിനക്ക് മനസ്സിലാവുള്ളൂ. സൂപ്പ് കൊള്ളാം, പക്ഷെ കക്കൂസിനിറങ്ങാൻ നേരമില്ല. ബ്രേക്കില്ലാത്ത ഇളക്കമാ. അത് സാരില്ല, നിന്റെ ഉള്ളിലുള്ള വിഷം എല്ലാം ഇളകി പോണം. അയ്യോ, വീണ്ടും ഇളകുന്ന ലക്ഷണമാ. അത് കിച്ചനാടാ, ഇത് ഹാളാടാ. നീ അങ്ങോട്ട് പോ. എടാ എല്ലുമ്പ പാരെ, നിന്നെ ഞാൻ ഒരു പരിവാക്കും. നിന്റെ അവസാനം കക്കൂസേല് തന്നെ. അമ്മായി എവിടെ? നാണിയമ്മേ മോളിലുണ്ട്. കൊച്ചപ്പ നിന്നെ നോക്കിയിരിക്കുക. ഞാൻ പോയി പറയാം. വരുന്നു. ത്രേസി എവിടെയായിരുന്നു? ഒന്നും പറയണ്ട എന്റെ അമ്മായി. ഈ പെമ്പിള്ളരുടെ തന്തമാര് കാണാൻ എനിക്ക് വഴിയെ നടക്കാൻ വയ്യെന്നായി. ത്രേസി വിഷമിക്കണ്ട, ദേവം പെണ്ണ് കാണാൻ വരാമെന്ന് സമ്മതിച്ചു. കർത്താവിന് സ്തുതി. നമുക്ക് നാളെ തന്നെ നമ്മുടെ തടിയൻ ലംബോദരം പിള്ളിയുടെ മകളെ കാണാൻ പോണം. ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ട്, പെണ്ണിന് പഠിപ്പും സൗന്ദര്യവും ഒക്കെ ഉണ്ടമ്മായി. ലംബോദരം പിള്ളയുടെ കുടുംബമൊക്കെ എനിക്കറിയാം, പക്ഷെ പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. അമ്മായി കാണാനല്ലേ പോകുന്നേ? എന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ത്രേസ്യെ നോക്കിക്കോളാം. ഓക്കെ. ചാർജ് ആയില്ലേ? ഹലോ, സുഗുണൻ ആശാനല്ലേ? ആശാനെ, ഞാൻ കുട്ടപ്പനാ.
അതെ, ആ അലവലാതി ത്രേസ്യാമ്മ വന്നിട്ടുണ്ട്. നാളെ ലംബോരം പിള്ളേരെ വീട്ടിൽ പെണ്ണ് കാണല. ദേവകുമാർ കൂടെ ചെല്ലാന്ന് സമ്മതിച്ചിട്ടുണ്ട്. ആ അതെ, പിന്നെ അമ്മയും മോനെയും തൊലി ഉരിച്ച് നാറ്റിച്ചിട്ടേ വിടാവൂ. എടോ വാരിമാക്രി, തന്നെ തെളിവ് സഹിതം പിടിക്കാനാണ് ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നത്. താനും തന്റെ ഒരു സെല്ലുലർ ഫോണും. അമ്മായി, ഇപ്പോഴെങ്കിലും ബോധ്യമായല്ലോ, ഇയാളും ആ സുഗുണനും കൂടെ ചേർന്നാണ് ഇവിടെ വരുന്ന ഓരോ ആലോചനകളും തെറ്റിപ്പിച്ചിട്ടുള്ളത്. എടാ പട്ടി, കൊച്ചമ്മ ഞാൻ ഇവിടത്തെ ചോറ് ഇന്നുകൊണ്ട് നീ ഞങ്ങളെ പറ്റിക്കായിരുന്നു അല്ലേ? എന്നൊന്നും ചേർന്ന് ഞാൻ പിന്നെ ഇനി ഒരു അക്ഷരം വേണ്ടി പോരുത്. എടാ പുറത്താ. മോനെ പൊന്നുമോനെ ഇതുകൊണ്ട് കുടിച്ചിട്ട് പോ. താങ്ക് യു. എന്നെ കൊലപാതകയാക്കരുത്. എന്റെ ഈശ്വര, ഈ സൂപ്പിന് ഞാൻ ആർക്ക് കൊടുത്തു വയറെടുക്കും? കള്ള യൂദാസ്. CM സുഗുണൻ ഹിയർ. ഹു ഈസ് സ്പീക്കിംഗ്? ദാസപ്പ മുട്ടീറയോ? എടാ മുട്ടീറേ, നിന്നെ ഒന്ന് നേരിട്ട് കാണണമല്ലോ. ബ്ലഡി റാസ്കൽ, നിനക്ക് പെണ്ണന്വേഷിച്ചു പോയി ഞാൻ 1 മാസം ഹോസ്പിറ്റലായിരുന്നു. അറിയില്ലെന്നോ? നീ ആ ഏറിയ എന്നെ 3 കല്യാണം കഴിച്ചിട്ടില്ലേ? എടാ, നിന്റെ മുൻ ഭാര്യമാരാ എന്നെ വളഞ്ഞിട്ട് തല്ലിയത്. നിന്നെ ഞാൻ കണ്ടോളാവടാ. കുട്ടപ്പനോ, എന്താടാ പുതിയ ന്യൂസ്? ന്യൂസ് ഉണ്ട്. അവരെന്നെ തല്ലിച്ചതച്ചു പുറത്ത് ചാടിച്ചു. ആ ശനി കിട്ടും. ഇല്ലടാ, അമേരിക്കൻ അമ്മായി നിന്നെ കൈവച്ച സ്ഥിതിക്ക് അവരുമായിട്ടുള്ള ബന്ധം നമുക്കിനി വേണ്ട. കാറും ലക്ഷവും ത്രേസ്യാമ്മ കൊണ്ടുപോകും. കല്യാണം നടന്നാലല്ലേ 1 ലക്ഷം കാറും ത്രേസ്യാമ്മ കൊണ്ടുപോകും. ആ വ്യാമോഹം വേണ്ട, നടക്കില്ല. നമുക്ക് കാല് മാറാം. അതെങ്ങനെ? അമ്മായിയുടെ ബദ്ധ ശത്രുവാണ് ആംഗ്ലയായ മേനോൻ. ദേവന്റെ കല്യാണം നടക്കുന്നതിന് മുമ്പ് അയയുടെ മോടെ കല്യാണം നടത്തണമെന്നും പറഞ്ഞാണ് പേ പിടിച്ച പട്ടിയെ പോലെ തെക്ക് വടക്ക് ഓടി അടക്കുന്ന. അറിയാമോ? അവിടെ എന്ത് കിട്ടാനാ? ചെലവ് നടക്കും. തൽക്കാലം അത് മതി. ഭരണപക്ഷം തോറ്റാ പ്രതിപക്ഷത്തിരിക്കണം. നമുക്ക് ആ വഴിക്ക് നീങ്ങാം. ശമ്പളം കിട്ടിയില്ല. സാലറി ചെമ്പരത്തി പൂവും കൂടെ വെച്ചാൽ മതി. ഹലോ മേനോൻ സാർ, അവിടെ ഇടൂ. ആരാ? ഐ എം CM സുഗുണൻ. എന്നെ മറന്നുപോയോ? നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ലെങ്കിലും കേട്ടിരിക്കും. ഞാൻ CMS മാരേജ് ബ്യൂറോയുടെ പ്രൊപ്പറേറ്ററാണ്. എന്താ പിന്നെ ഇങ്ങോട്ട്? ആ ശാരദ നായരല്ലേ അമേരിക്കനുമായി? അവരൊരു സ്ത്രീയാണോ? എന്തൊരു ഡമ്പും അഹങ്കാരമാണ്. എന്തുണ്ടായി? അല്ല, നിങ്ങളോട് ഞാനിത് എങ്ങനെ പറയും? താൻ കാര്യം പറ. എനിക്കൊരു സ്നേഹിതനുണ്ട്, സുമുഖൻ, സുന്ദരൻ, സൽസ്വഭാവി. അയാൾക്ക് നിങ്ങളുടെ മകളെ ഇഷ്ടമാണ്. ശ്രീദേവിയെ? അതെ. മകളകത്തുണ്ടോ? അമ്പലത്തിൽ പോയി. ആ അമ്പലത്തിൽ വെച്ചാണ് എന്റെ സ്നേഹിതൻ ശ്രീദേവിയെ കണ്ടിട്ടുള്ളത്. ആ സ്നേഹിതനുമായി ഞാൻ ഇങ്ങോട്ട് വരാൻ തുടങ്ങുമ്പോ അമ്മായി ഫോണിൽ കൂടെ ഒരു ഭീഷണി. എന്തോന്ന് ഭീഷണി? ശ്രീദേവിയുടെ വിവാഹം നടത്താൻ ആ സ്ത്രീ സമ്മതിക്കില്ലെന്ന്. പരമദ്രോഹി. പക്ഷെ ഞാൻ വിടുവോ? ഞാൻ അവരോട് പറഞ്ഞു, മേനോൻ സാറ് യോഗ്യനും തറവാടിയുമാണ്, ഈ വിവാഹം ഞാൻ ഉറപ്പിക്കുമെന്ന്. തടയാമെങ്കിൽ തടഞ്ഞോളാനും പറഞ്ഞു. കണക്കായി പോയി. മേനോൻ സാറേ, നിങ്ങൾ എമ്മി വല്ല വിരോധമുണ്ടോ? അവളുടെ പെങ്ങളാണെന്ന് പറയുന്നതേ എനിക്ക് അപമാനമാണ്. ശ്രീദേവിയുടെ വിവാഹം നടത്തിക്കില്ലെന്ന് ശാരദ പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞത് മുഴുവൻ ഞാൻ ഇവിടെ പറഞ്ഞാൽ നിങ്ങൾ ചെരുപ്പൂരി എന്റെ ചെകിടത്തടിക്കും കേട്ടോ. അതൊക്കെ പോട്ടെ. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഞാൻ പയ്യനെയും കൂട്ടി വരാം. ഞങ്ങൾക്ക് താല്പര്യമാ. എത്രയും വേഗം കല്യാണം നടത്താം. സമ്മതിച്ചിരിക്കുന്നു. ഇതാണ് വാശി. വിടരുത്. കൈ തരൂ. അമേരിക്കൻ അമ്മായിയുടെ മുന്നിൽ ഈ വിവാഹം നടത്തി കാണിക്കണമെന്ന് എനിക്കൊരു വാശിയാണ്. ഓ, ദൈവദൂതനെ പോലെ ആ സുഗുണൻ ഞങ്ങളുടെ മുമ്പിൽ എത്തിയത്. പോലെയല്ല, ദൈവദൂതൻ തന്നെയാണ്. എനിക്ക് പണമല്ല സർ, സ്നേഹമാണ് വലുത്. ഞായറാഴ്ച പയ്യനെയും കൂട്ടി വരാം. അങ്ങനെ പറ്റേ പറ്റേ. അയ്യോ, എന്താ? എന്ത് പറ്റി? ഒരബദ്ധം പറ്റി. എന്താ? പോകുന്ന വഴിക്ക് അനാഥാലയത്തില് 5000 രൂപ ഡൊണേഷൻ കൊടുക്കാൻ നേരിട്ടിരുന്നു. പേഴ്സ് എടുക്കാൻ മറന്നുപോയി. അത്രേ ഉള്ളൂ. അത് ഞാൻ തരാലോ. മേനോൻ സാറിനോട് പണം വാങ്ങുന്നത് ശരിയല്ല. അത് സാരമില്ലെന്ന്. അടുത്ത പ്രാവശ്യം വരുമ്പോ തിരിച്ചു തന്നാ പോരെ? അങ്ങനെയാണെങ്കിലേ ഞാൻ വാങ്ങും. സരോജിനി, ഒരു 5000 രൂപ എടുത്ത് സുഗുണിന് കൊടുക്ക്. ചെല്ലേ, ഇവിടെ നിന്നാ മതി, കൊണ്ടുവരും. അയ്യോ, അനാഥരെ സഹായിക്കുന്ന കാര്യത്തിൽ ഞാൻ ഒരു കണക്കും നോക്കാറില്ല. അങ്ങനെ ശീലിച്ചു പോയി. 1,00,000 രൂപയായിട്ട് ഇറങ്ങിയാലും ശരി, തിരിച്ചു ചെല്ലുമ്പോ കാലണ കാണില്ല. എന്റെ മോക്ക് പൊന്നിടാൻ വെച്ചിരിക്കുന്ന പണമാ. അതൊന്നും സാരമില്ല, അടുത്ത പ്രാവശ്യം വരുമ്പോ തന്നാ മതി. ഞാൻ ഇറങ്ങട്ടെ. മോളെ,
അങ്ങോട്ട് കൊടുക്കൂ. കാലം പഴയതൊന്നുമല്ല. പയ്യന് പെൺകുട്ടിയോട് തനിച്ചെന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം. എന്റെ മോന് ഞാൻ പറയുന്നതിനപ്പുറം ഒരു അഭിപ്രായം ഇല്ല. ഉണ്ടോടാ? വല്ലതും പറയണ. പിന്നെ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. അതെ അതെ, ഞങ്ങൾക്കുള്ളതെല്ലാം ഞങ്ങളുടെ മോൾക്കുള്ളതാ. എനിക്കും അങ്ങനെ തന്നെയാ. എന്റെ ഒരേ ഒരു അവകാശം എന്റെ മോനാ. ദേവൻ എന്താ പ്രത്യേകിച്ചൊന്നും പറയാത്തത്? ഞാൻ പറയേണ്ടത് നമുക്ക് അമ്മ തന്നെ പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ ഇനി മുഹൂർത്തം നിശ്ചയിച്ചാ മതിയല്ലോ. അതെ, ഇന്ന് തന്നെ ജോത്സ്യനെ കാണാം. അല്ല, ചായ കുടിക്കാം. താങ്ക് യു. എന്റെ കർത്താവേ, അങ്ങനെ കല്യാണം ഉറപ്പിച്ചു കിട്ടിയല്ലോ. ഇത്തവണ സൂണം പാരയായിട്ട് വരാഞ്ഞത് ഭാഗ്യായി. ആ എലുമ്പ മുട്ടപ്പനെ ബംഗ്ലാവിൽ നിന്ന് അടിച്ചു കളഞ്ഞത് കൊണ്ട് ആ സുഗടന് ന്യൂസ് കിട്ടി കാണത്തില്ല. ഇനി എത്രയും വേഗം കല്യാണം കൂടി ഒന്ന് നടന്നെങ്കിൽ മതിയായിരുന്നു. എല്ലാം നടക്കുവന്നേ. പ്രസവിക്കാലത്തെ സ്ത്രീ വയസ്സാം കാലത്ത് ഇരട്ടപറ്റെന്ന് പറഞ്ഞ പോലല്ലേ ദേവകുമാറിന്റെ മനസ്സ് മാറിയതും പെണ്ണു കാണാൻ വന്നതും. അല്ല, 1 ലക്ഷം രൂപയും മാരുതി കാറും കിട്ടുന്നുള്ളത് ഉറപ്പാണ്. ഉറപ്പ്. 1 ലക്ഷം രൂപയും മാരുതി കാറും ഈ ത്രേസ്യപ്പെണ്ണിന്റെ കൈ കൊണ്ട് വാങ്ങിക്കും. അതെ, കാറിന്റെ ചാവി എന്റെ കൈ കൊണ്ട് വേണം വാങ്ങിക്കാൻ. വാങ്ങിച്ചോ? 1 ലക്ഷം രൂപയും മാരുതി കാറും. എന്റെ ത്രേസ്യാമ്മേ, അതിന്റെ കാര്യം ഓർക്കുമ്പം എന്റെ മനസ്സിൽ കുളിര് കോരുന്നു. ഞാൻ പറഞ്ഞ 1 ലക്ഷം രൂപ കർത്താവിന് സ്തുതി. മാരുതി കാറിന്റെ താക്കോൽ. പെണ്ണ് തന്നെ. അയ്യോ, ആദ്യത്തെ കുട്ടുമോൻ ആണായിരിക്കണം, ആരെയും കൂസാതിരിക്കണം, അവൻ അച്ഛനെ പോലെ കിളിക്കണം. അങ്ങനെ വേണ്ട. ആദ്യത്തെ കുട്ടുമോൾ പെണ്ണായിരിക്കണം, 1000 നാവുള്ളോളാകണം, മുഖം അമ്മയെ പോലെ പളിക്കണം. ഞാൻ നിന്റെ അച്ഛനല്ലോടി. ലക്ഷങ്ങൾ കൊണ്ടു കളിക്കണം, എന്റെ മോൾ ലവ് മേക്കിംഗ് ഹോബിയായി മാറ്റണം. അയ്യേ, ഈ മനുഷ്യനോട് നാണമില്ലേ? ആദ്യത്തെ കുട്ടുമോൻ ആണായിരിക്കണം, ആരെയും കൂസാതിരിക്കണം, അവൻ അച്ഛനെ പോലെ കിളിക്കണം. ആദ്യത്തെ കുട്ടുമോൾ പെണ്ണായിരിക്കണം, 1000 നാവുള്ളോളാകണം, മുഖം അമ്മയെ പോലെ പളിക്കണം. ഒരു മുഖ്യമന്ത്രിയായി ജയലളിതയെ പോലെ ഭരിക്കണം. കോടികൾ കാറ്റിൽ പറത്തുവാൻ ഞങ്ങളുടെ ആദ്യത്തെ കുട്ടുമോൻ ആണായിരിക്കണം, ആരെയും കൂസാതിരിക്കണം, അവൻ അച്ഛനെ പോലെ ഇരിക്കണം. 1 കോടി സ്വപ്നങ്ങൾ കാണുന്ന ഞങ്ങളുടെ ആദ്യത്തെ
ജയലളിതത്തെ കുട്ടുമോൾ പെണ്ണായിരിക്കണം, 1000 നാവുള്ളോളാകണം, മുഖം അമ്മയെ പോലെ വളിക്കണം. ആദ്യത്തെ കുട്ടുമോൻ ആണായിരിക്കണം, ആരെയും കൂസാതിരിക്കണം, അവൻ അച്ഛനെ പോലെ വിളിക്കണം. എന്നെ കൊണ്ട് ഞാൻ പറക്കും. അങ്ങനെ ആര് പറക്കും. അതെ ഇങ്ങോട്ട് നോക്കി. ഇതിന് എന്നാ പറ്റി? കണ്ണു തുറന്നേ. എന്ത് പറ്റി? അയ്യോ ഇത്ര പെട്ടെന്ന് ചേഞ്ച് ആര്? നിനക്ക് അപ്പൊ ഞാൻ കണ്ടതോ നീ ഡ്രസ് മാറ്റിയത്? ഞാനും മാറ്റി. എന്റെ പാന്റ് നീ ഊരില്ലേ? അയ്യോ ഇത്രയും നേരം ഒരു കുഴപ്പവും ഇല്ലായിരുന്നേ. ആർക്ക്? അയ്യോ ഇത് എന്റെ തലയ്ക്ക് എന്നെ ഓളമാണോ? ഓളം തന്നെ അവിടെ നില്ലേ. ഇതാണ് പയ്യൻ. നമസ്കാരം. ശ്രീദേവി ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ വെച്ച് കാണുന്നതുകൊണ്ട് ഒരു പ്രത്യേക പെണ്ണ് കാണൽ ചടങ്ങ് വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ശ്രീദേവിയുടെ അഭിപ്രായം അറിയണമെങ്കിൽ ഒന്ന് കണ്ടോട്ടെ. മോളെ നീ ഒന്നിങ്ങ് വന്നേ. അങ്ങോട്ട് ചെല്ലടി. എനിക്ക് ഒരുത്തനെയും കാണണ്ട. എന്നെ കടിച്ചു വിടണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അച്ഛനത് കേട്ടാ കൊന്നുകളയും. കൊല്ലട്ടെ. അങ്ങനെ വരട്ടെ. ദേവൻ കല്യാണം കഴിക്കാത്തതിന്റെ ഗുട്ടൻസ് ഇതാണല്ലേ. അത് ശരിയാക്കി തരാം. അവക്ക് അങ്ങോട്ട് വരാൻ നാണാ. അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നാ പറഞ്ഞേ. അപ്പൊ ഒരു പരസ്പരം ഇഷ്ടപ്പെട്ടു എന്നർത്ഥം. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. എങ്ങനെയൊക്കെ വേണമെന്ന് സുഗുണം പറഞ്ഞാട്ടെ. പയ്യന്റെ പേര് സഹദേവൻ. വില്ലേജ് ഓഫീസിലാണ് ജോലി. 4 അക്ക ശമ്പളം. ഇനി മറ്റെന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ മേനോ സാറിന് ചോദിക്കാം. വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? പിന്നെ വീട്ടിൽ എക്സ്ക്യൂസ് മീ. ഹലോ CM സുഗണൻ സ്പീക്കിംഗ്. ആശാനെ പൂച്ച പുറത്തിയാടിയോ? പൂച്ചയോ? ഏത് പൂച്ച? പൂച്ച അല്ലേ സാറേ, പൂച്ച. ദേവകുമാറും അവന്റെ രഹസ്യ കാമുകിയും നമ്മുടെ ഓഫീസിനടുത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ കയറിയിരിക്കുക. ദേഹം വന്നാ കാണാം. നമുക്കൊരു കളിക്കുകയും ചെയ്യാം. നീ അവിടെ നിൽക്ക്, ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. സാർ എനിക്ക് ട്രഷറി വരെ ഒന്ന് അത്യാവശ്യമായിട്ട് പോകണം. ഇല്ലെങ്കിൽ 4-5 ലക്ഷം രൂപ ഔട്ടായി പോകും. ഷെയറിന്റെ കളിയാണേ. What you want? Chocolate, ice cream, Coca-Cola, fruit salad? Anything. No. As you like. Ice cream. Okay. Better? ഒരു ഐസ്ക്രീം, ഒരു കൊക്കക്കോള. അതെന്താ ഐസ്ക്രീം വേണ്ടേ? എന്താന്നറിയില്ല, ഈയിടെയായിട്ട് ഐസ്ക്രീമിനോട് ഒരു താല്പര്യമില്ല. പിന്നെ എന്തിനോടാ താല്പര്യം? ഇപ്പൊ പറയാൻ പറ്റില്ല. പിന്നെ എപ്പോഴാ? പിന്നെപ്പോഴാ? മൂട് വരണല്ലേ? എന്താണോ? സ്റ്റോപ്പ്. വേഗം ഇറങ്ങി വാ ആശാനെ, കൈവിട്ടു പോവും. എങ്ങോട്ട് പോയടാ കപ്പിൾസ്? രണ്ടും കൂടെ അകത്തേക്ക് കയറി. നീ കണ്ട നേരാണോ? ദേവനെ കണ്ട എനിക്കറിയില്ലേ. എടാ അമേരിക്കൻ അമ്മായിയുടെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടിയതിന്റെ ബാക്കി എനിക്ക് കിട്ടാൻ ഇട വരുത്തിയാൽ ആശാ മോളിലേക്ക് വാ, ഞാൻ കണ്ടുപിടിച്ച് കൈ തരാം. എടുത്തോളൂ. മതി ഇങ്ങനെ. ഇവന്റെ 2 മാസത്തെ ശമ്പളം പിടിക്കാം. ഞങ്ങൾക്കൂടെ തരുവോ? വീട്ടിൽ ചെന്നിട്ട് ആയിക്കൂടെ? പബ്ലിക്കായിട്ട് ഞങ്ങളുടെ മുന്നിൽ വെച്ചത് വേണോ? കണ്ടിട്ട് വരുത്തനാണെന്ന് തോന്നുന്നു. അയ്യോ വേണ്ട, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ. വരുത്തനല്ല, ഇവിടത്തുകാരൻ തന്നെയാ. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. തോന്നണില്ലല്ലേ? തോന്നിപ്പിക്കാം.
വലിയ ഇങ്ങോട്ട് വരെ വേണ്ട, പോണ്ട. കുട്ടപ്പാ, ഈ എറണാകുളത്തെ മാരേജ് ബ്യൂറോ പൂട്ടിയിട്ട് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കായിരുന്നു. ആ കൂടി ഉണ്ടായിരുന്ന ഒരു വണ്ടിയെ CC അടയ്ക്കാത്തോണ്ട് അതും അവന്മാര് പൊക്കിക്കൊണ്ടുപോയി. പെട്ടെന്ന് കാശുണ്ടാക്കണമെങ്കിൽ ബ്ലേഡ് കമ്പനിയാ മെച്ചം. ആ സംഗതി കൊള്ളാം, പക്ഷെ എരയിട്ട് മീൻ പിടിക്കുന്ന പോലെ ആദ്യം മുടക്കാൻ കുറച്ച് കാശ് വേണമല്ലോ. ആ അതിന് വഴിയുണ്ട്. എന്ത് വഴി? നമ്മുടെ ഓഫീസിൽ കയറി അക്രമം കാണിച്ചതിന് അമ്മായിയുടെ പേരിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം. അത് കൊടുക്കാം, പക്ഷെ അതിനും വേണ്ട വക്കീൽ ഫീസ്. ഫീസില്ല വക്കീലന്മാർ കൊണ്ടുവന്നേ. ഓടരുത് ഓടരുത്. ആ വാ തന്നെ ബാലുവാക്കറി തന്നെ ഒന്ന് കയ്യിൽ കിട്ടാൻ ഞാൻ നോക്കി നിരക്കുമായിരുന്നു. ദുർഗുണ, നിന്റെ പാരവൻ ഇന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അതാണോ പാരയെ കൊണ്ട് നടക്കുന്നത്? അയ്യോ അടിക്കരുത്, തലപൊളി, ബുദ്ധിയുള്ള തലയാ. എടാ, ഞങ്ങളൊക്കെ ജീവിക്കാൻ സമ്മതിക്കാൻ എന്നൊക്കെ ഞങ്ങളെ കൊന്നിട്ട് എന്ത് നേടാനാ? മിണ്ടരുത്, മിണ്ടാതെ വിടുന്നില്ല. ഞാൻ ഒരു നല്ല വഴി പറയാം. നല്ല വഴിയോ? ഇതൊന്ന് പിടിച്ചേ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കുന്നതിനേക്കാൾ ഒരുമിച്ച് നിൽക്കുന്നതാണ് നല്ലത്. അതെ, കൂട്ടുമുന്നണിക്ക് എവിടെ രക്ഷയുള്ളൂ. അച്ഛൻ എന്താ പറയുന്നത്? ത്രേസ്യാമ്മക്ക് സമ്മതാണ്, എനിക്കും സമ്മതാ. കുഴപ്പമൊന്നുമില്ല. എന്നാലേ ആട്ടോറിക്ഷയിലോട്ട് കയറി വരൂ. കുട്ടപ്പാ, നീ നടന്നു വെക്കോ. ത്രേസ്യ എന്റെ അടുത്തിരുന്നോ. അയ്യോ, ഓ ഓ വിളമ്പ്. അവിടെ കേട്ടെ, ഞാനൊന്ന് ചോദിക്കട്ടെ. രാവിലെ ടിഫിൻ ആലോചന, ഉച്ചക്കൂണ് ആലോചന, വൈകിട്ട് ടിഫിൻ ആലോചന. ഇപ്പതാ പാതി രാത്രിയായി വെട്ടി വിഴുങ്ങാൻ. ഇത്രയൊക്കെ ആയിട്ടും ഇതുവരെ വഴിയൊന്നും നിന്റെ ബുദ്ധി തെളിഞ്ഞില്ലേ? ഇനി തെളിഞ്ഞോണ്ടും വലിയ കാര്യമൊന്നുമില്ല. മാരുതിയും ലക്ഷമൊക്കെ ആർക്കും ഇല്ലാതെ പോയില്ലേ? നിങ്ങളുടെ വാക്കും കേട്ട് ഈ വാരിവാക്കറി ഓട്ടോറിക്ഷ കയറ്റി കൊണ്ടുവന്ന് ഞങ്ങളെ വേണം തല്ലാൻ. ഇപ്പൊ സംഗതി നമ്മുടെ കയ്യിൽ നിന്ന് പോയില്ലേ? അല്ല, അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. നായ്ക്കളെല്ലാം കൂടെ കടിപിടി കൂടിയപ്പോ എല്ലാം വെള്ളത്തിൽ പോയി. എല്ലാം ഒന്നും വെള്ളത്തിൽ പോയിട്ടില്ല. അമ്മായി മാരുതി കാറും 1 ലക്ഷം രൂപയാണല്ലോ നമുക്ക് വാഗ്ദാനം ചെയ്തിരുന്നത്. ഇനിയിപ്പോ അതിനേക്കാൾ വലിയ എന്തോ കിട്ടാനാണ് ചാൻസ്. എന്ത് ചാൻസ്? 1000 പെണ്ണ് കാണൽ ചടങ്ങ് നടത്തിയിട്ടും ദേവൻ എന്താ കല്യാണത്തിന് സമ്മതിക്കാത്ത? എന്താ? ഡയാനയോടുള്ള സ്നേഹം കൊണ്ടാ. അത് ശരിയാ. ഐഡിയ കിട്ടി. 2-3 കളിത്തോക്കുകളും കുറച്ച് മുഖംമൂടികളും സംഘടിപ്പിക്കാം. മുഖംമൂടിക്കൊള്ള തുടങ്ങാനോ? അല്ലടാ, രഹസ്യമായിട്ട് ഡയാനെ കടത്തിക്കൊണ്ടുവരിക. എന്നിട്ട് 10 ലക്ഷം രൂപയുമായി വരാൻ ദേവന് ഫോൺ ചെയ്യുക. ആ നിമിഷം അവൻ പണവുമായി വന്ന് ഡയാനെ വീണ്ടെടുത്തോണ്ട് പോവും. 50-50 പങ്കുവെക്കുക. സാധനങ്ങളൊക്കെ ഞാൻ സംഘടിപ്പിക്കാം. ശരി, എന്നാ നാളെ തന്നെ ഡയാനെ കടത്തിക്കൊണ്ടുവരാം. എന്നാൽ ഇന്ന് ഡയാനെ പോക്കണം. നാളെ കടത്താവെന്നല്ലോട് ഞാൻ പറഞ്ഞത്. ആദ്യം അവളെ കൊണ്ടുവന്ന രഹസ്യമായി പാർപ്പിക്കാൻ ഒരിടം വേണം. അതിന് പറ്റിയ നിങ്ങളുടെ ഈ വീടാ? പറ്റിയ സ്ഥലം എന്റെ ഐഡിയയിലുണ്ട്. നമ്മുടെ പള്ളി സെമിത്തേരി. പള്ളി സെമിത്തേരി വിളമ്പിക്കോ. അതിൽ നിന്ന് തുടങ്ങാം. ആദ്യം അവനോട് തിന്ന് നന്നായിട്ട് വാഹൻ. പിന്നെ നമുക്ക് അവിടെ വെച്ചേക്കണേ.